يا دوحة الإسلام والقلعة المبشرة بالخير والإيمان والهدي للأكوان. ഇനി രണ്ടാമത് അനുഭവിക്കുന്ന ഇനത്തിൽപ്പെട്ട കാരണം അത് വസ്ത്രമാണ് പ്രധാനമായിട്ട് ഒന്ന്. പുരുഷന്മാര് ചുറ്റപ്പെട്ടതോ തുന്നപ്പെട്ടതോ ആയ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ കുപ്പായം, അതുപോലെ തന്നെ പാന്റ്, അടിവസ്ത്രങ്ങള്, സോക്സ് തുടങ്ങിയ ഇതൊക്കെ പെട്ട് അതിൽ പെട്ടതാണ് വായും മൂക്കും മറക്കാൻ ഉപയോഗിക്കുന്ന എന്താ ഇതിന് പറയാ മാസ്ക്. അത് സ്ത്രീകൾക്കും ഹറാമാണ് പുരുഷന്മാർക്കും ഹറാമാണ്. രണ്ട് കാരണത്താൽ. രണ്ട് കാരണം. സ്ത്രീകൾക്ക് മുഖം മറക്കാൻ പാടില്ല ഹറാമിൽ. മുഴുവനായോ ഭാഗികമായോ മറക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് ഹറാമാവുന്നത്. എന്തല്ല ചുറ്റിത്തുന്നപ്പെട്ടത് എന്ന നിലക്കല്ല സ്ത്രീകൾക്ക് ഹറാമാവുന്നത്, മറിച്ച് മുഖം ഭാഗികമായി മറക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹറാം തന്നെ. പുരുഷനെ സംബന്ധിച്ചോ ഒരു പ്രത്യേക അവയവത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതും അതിന്റെ പ്രകൃതിപരമായി പിടിച്ചു നിൽക്കുന്നതും ആയ നിലക്ക് ധരിക്കുന്നതൊക്കെ ഹറാമാണ്. അങ്ങനെ ഇമാം നബി റളിയല്ലാഹു തആല സിക്കാര് താടിക്കിടുന്ന വല പോലെ. സിക്കാരെ ഞാൻ കൂട്ടിക്കൊടുത്ത നമ്മളവിടെ ഇപ്പൊ പോലല്ലേ താടിക്ക് വല ഇടുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും താടിക്ക് വല ഇടലില്ല. ഇല്ലേ, കണ്ടിട്ടില്ലേ? സിക്കാർ താടിക്ക് ഇങ്ങനെ വല ഇട്ടിട്ടുണ്ടാവില്ല. കാരണം കണ്ടാ ചെറിയ വെട്ടുകാടിയായിട്ടാ തോന്നുന്നത്. ഒരു വെട്ടൂല, ഇതിങ്ങനെ ഇതാക്കി വല ഇട്ടിട്ടുണ്ടാവില്ല എന്നതുപോലെ. അതിപ്പോ മുഖം മറിയുണ്ടോ? മുഖം മുഴുവനായിട്ട് മറിച്ചാലും പുരുഷന് ഹറാമൊന്നുമില്ല. പക്ഷേ ഒരു അവയവത്തിന് വേണ്ടി പ്രത്യേകം നിർമ്മിക്കപ്പെട്ടതും അത് അതിന്റെ പ്രകൃതിപരമായി ശരീരത്തിൽ പിടിച്ചു നിൽക്കുന്നതാണ്. മാക്സ് വായു മൂടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കാതുമലാക്കണം. ഇപ്പൊ ഇങ്ങനെ ഇട്ടാൽ അതെന്നെ അങ്ങനെ തന്നെ എന്റെ പ്രകൃതിപരമായി പിടിച്ചിരിക്കുന്നത്. അപ്പൊ പുരുഷന് ഹറാമാകുന്നത് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രത്തിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീക്ക് ഹറാമാവുന്നത് മുഖം ഭാഗികമായി മറച്ചു എന്നതുകൊണ്ടാണ്. രണ്ടു കൂട്ടർക്കും ഹറാമാണ്. പക്ഷേ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ മാക്സ് ധരിച്ചുകൊണ്ട് മിനയിൽ നിന്നിട്ട് അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും മുസ്ദലിഫയിൽ നിന്ന് തിരിച്ച് മിനയിലേക്കും വരുന്നത് നമുക്ക് കാണാം. ഒക്കെ തെറ്റാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. തല മറക്കുക പോലത്തെ ഒക്കെ പെട്ടു. അപ്പൊ ഈ കാക്കാമാര് നാട്ടിൽ നിന്ന് കാക്കാമാര് നാട്ടിൽ നിന്ന് കൊണ്ടോട്ടി ഇപ്പം കൊണ്ടോട്ടി തന്നെ ഇക്കാരം ആ തുണി കൊണ്ട് നല്ലോണം മടക്കത്തിട്ട് മറ്റേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അത് എപ്പോഴും ഇങ്ങനെ ആദത്തായി പോയി. അതില് അജൽക്കാക്കങ്ങളെന്താ തലയെ കെട്ടിട്ട് മതി, പ്രശ്നമൊന്നുമില്ല. ഫലാസ് ധാരണയില്ലാതെ കെട്ടിപ്പോയതാണ്. അതുകൊണ്ട് ഹറാമും വരൂല. അതിനൊന്നും വിധിയും കൊടുക്കണ്ട. ഹറാമിലാണെന്ന് ധാരണയില്ലാതെ സാധാരണ അങ്ങനെ ആദത്തുണ്ട്. രണ്ടാമുണ്ട് തോളിലുണ്ടായ അതുകൊണ്ടൊന്നും ഇങ്ങനെ കെട്ടി നടക്കുമ്പോ അങ്ങനെ ശീലമായ ആളുകൾ പലപ്പോഴും പോയി നോക്കണ്ടി. നാട്ടിൽ നിന്ന് പല അജ്ഞാമാരടുത്തും അങ്ങനെ പറ്റൂ. അത് അബദ്ധത്തിൽ സംഭവിക്കാം. ഹറാമിലാന്നുള്ള ധാരണ ഇല്ലാതെ. അതിന് ഹറാമും അല്ല, ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല. അതോടുകൂടി അതിന് ഫിദിയും വേണ്ട. അതേസമയത്ത് ഹറാമിലാന്ന് അറിഞ്ഞുകൊണ്ട് നല്ല വെയില അവൻ പിന്നെന്താക്കി ഇത് തലയിലാണ്ടിട്ട് ഏറാമിലാന്ന് പറഞ്ഞിട്ട് ആ മുജാറെ വെയിലുകൊണ്ട് വെച്ചാണ് ഫിദിയ വേണം. അപ്പൊ ഇഹ്റാമിലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മൂപ്പര് വെയിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഇനി തണുപ്പ് കാലാണ്, നല്ല തണുപ്പില് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലിങ്ങനെ അജയക്കാക്ക് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, തണുത്തിട്ട് വെച്ചാൽ ഒരു ഒഴിവില്ല, ഫിദിയാണ്ട് കൊടുക്കേണ്ടി വരും. ഹറാമിന്റെ കുറ്റം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഓർമ്മ ഇല്ലാതെയാണെങ്കിൽ ആ ഓർമ്മ വരുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി. ഹറാമുമില്ല, ഫിദിയൊന്നുമില്ല. ഓർമ്മ ഉണ്ടായാൽ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അതിന് ഫിദിയ വേണം. എതിറുണ്ടായിട്ടാണെങ്കിൽ ഹറാം ഉണ്ടാവില്ല, എന്നാലും ഫിദിയ വേണം. ഇതുപോലെ സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ്, സഹ്യമായ തണുപ്പ്. ആ മുസ്ദലിഫേരാ പാർക്കുമ്പോഴാണ് അതൊക്കെ കുടുങ്ങല്. മുസ്ദലിഫ് എത്തിയാൽ എവിടെ ഇല്ലാത്തൊരു കാറ്റിങ്ങോട്ട് വരലുണ്ട്. കാറ്റിങ്ങോട്ട് വന്നിട്ട് തണുത്തിട്ട് അറിയാനൊക്കെ അറിയാതെ എന്താ കാട്ടണം, അങ്ങോട്ട് പൊറച്ചു. സഹിക്കാൻ കഴിയാത്ത തണുപ്പാണെങ്കിൽ അയാളെ ഹറാമിന്റെ കുറ്റത്തിലൊന്നും അള്ളാഹുവിനെ പിടിക്കൂല. പക്ഷെ ചെയ്തത് എതിർകൊണ്ടായതുകൊണ്ട് ഹറാമില്ലെങ്കിൽ പോലും മുഹറമാത്തിൽപ്പെട്ട കാര്യമാണ് ചെയ്തത് എന്നതുകൊണ്ട് ഫിദിയ വേണം. കേട്ടോ, ഫിദിയ വേണം. എതിറുണ്ടായിട്ടാണെങ്കിൽ മുടി കളയാലോ, ഹറാമിന്റെ കുറ്റമില്ല. പക്ഷെ മുടി കളഞ്ഞാൽ ഫിദിയ ഇറക്കണം, അവരുവാവൂല എന്നതുപോലെ. അപ്പോ തലമറക്കുക, തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക പോലത്തത്. സ്ത്രീകളെ സംബന്ധിച്ച് മുഖം മറക്കാൻ പാടില്ല, കൈക്കൊറടാൻ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ
സുഗന്ധം പൂശാം. ശരീരത്തിലോ വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ എന്തിനായാലും വേണ്ടില്ല, സുഗന്ധം പൂശാൻ പാടില്ല. നെയ്ച്ചോറ് വെച്ചതിന്റെ പുറമെ അതിലൊന്ന് വാസന നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓർമ്മണ്ടോ? എന്ത് ചെയ്യാ? പനിനീർ ഒഴിക്കലുണ്ട്. ഉണ്ടോ? ഉണ്ട്. പന്നീർ ഞാൻ മലയാളത്തിൽ പറയണിച്ച് മലയാളത്തിൽ പറയുന്നില്ലാന്നുള്ളൂ. ആ മറ്റേ പച്ചക്കുപ്പിയിലുള്ള എന്താ അതിന് പറയാ? എന്നെ അതിന്റെ മലയാളം തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു. റോസ് വാട്ടർ പറഞ്ഞ അതിന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞ എന്താണ്? പന്നീരൻ. അതിന്റെ പച്ച മലയാളം അതെന്തിനാ? സുഗന്ധത്തിനാണ്. അതേ സമയത്ത് എന്നാ കറി മസാലന്റെ അല്ല, ഈ ചോറ് മസാലന്റെ വാസന ഉണ്ടല്ലോ, അത് പ്രശ്നമില്ല. അത് സുഗന്ധം ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് ആ ഭക്ഷണത്തിന്റെ കൂട്ടാണ്. അതേസമയത്ത് ഇത് ഭക്ഷണത്തിന്റെ കൂട്ടല്ല, അതൊന്നും വാസന കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ പാടില്ല. അപ്പൊ ഭക്ഷണത്തിലോ അപ്പൊ നാരങ്ങ കഴിച്ചാലോ ഒരു പ്രശ്നമാണ്. നാരങ്ങയ്ക്ക് എന്തായാലും വാസന ഉണ്ടല്ലോ, പക്ഷെ വാസനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നാരങ്ങ തന്നെ ഉണ്ടാവും. ആ തമാശ ഇല്ലാതെ പറയുന്ന കാര്യമുണ്ട്. നാരങ്ങക്ക് വാസന ഉണ്ട്, ഓറഞ്ചിന് വാസന ഉണ്ടാവും. അപ്പൊ ഓറഞ്ച് തിന്നാൻ പറ്റും? പറ്റും. അതെന്താ? ഓറഞ്ച് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് പഴം കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വാസന ഉണ്ട് എന്നുള്ളത് കഴിക്കുന്നവന് ഉത്തരവാദിത്തമില്ല. കഴിക്കാൻ വാസനക്ക് വേണ്ടിയിട്ട് കഴിക്കുക അല്ല എന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിച്ച് കയ്യുക, കുളിക്കുമ്പം വാസന സോപ്പ് ഉപയോഗിക്കുക പോലത്തതൊക്കെയാണ് സുഗന്ധപൂശ. അല്ലാതെ പൊഞ്ഞ് ഒന്ന് സ്പ്രേ അടിക്കൂലല്ലോ. പക്ഷെ തവാഫ് ചെയ്യുന്നോടത്ത് ശ്രദ്ധിക്കുക. തവാഫ് ചെയ്യുന്നോടത്ത് ഏതെങ്കിലും ഫായിലുൽ ഖൈരിങ്ങൾ വന്നിട്ട് ഹജറുൽ അസ്വദുമ്മലും അതുപോലെ തന്നെ ആ ഇവിടെ ഉണ്ടല്ലോ റുക്ന് യമാനിമലും ഒക്കെ നല്ല മുന്തി അത്തറ് അത് കണ്ടു വെച്ചിങ്ങനെ ചുള്ള വെച്ച് നിൽക്കുക ബർക്കത്തിന് വേണ്ടിയിട്ട്. ഇവൻ ഏറാമിലാണ് അങ്ങനെ ചെന്നിട്ട് ഇവ തൊട്ടിട്ട് ഒന്നാം തരായി നല്ല ബർക്കത്തായി പോയി പച്ച ഹറാമ്. അപ്പൊ ഞമ്മക്ക് അങ്ങനെ ബർക്കത്തിന് ഉദ്ദേശമുണ്ട്. എന്നാ എഹ്റാമിലല്ലാത്തപ്പോഴാണെങ്കിൽ 50 റിയാൽ മുടക്കി നല്ല അത്ര കുറച്ച് വാങ്ങി അവിടെ കൊണ്ടുപോയി പെരട്ടി അതെടുക്കുക. അതേ സമയത്ത് നേർച്ചയാക്കിയിട്ടോ അല്ലാതെയോ ബർക്കത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും മുതലാളിമാരായ്മ കൊണ്ടുപോയി പറ്റിയത് അത് തുടച്ചെടുക്കൽ ഹറാമാണ് എന്ന് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെയ്യലെന്താ? അതിനായിട്ട് ഈ ഇത് ടിഷ്യൂ പേപ്പർ അതിനായിട്ട് പ്രത്യേകം കരുതുക ബർക്കത്തിന്. എന്നിട്ട് ഇതാണ്ട് മറ്റേ ആളിത് പറ്റിയാണ്ട് ഫോണ് കഴിയാൻ നിൽക്കാണ്ട് തെക്കിച്ചെന്ന് ചാടിയിട്ട് നമ്പർ ബർക്കത്ത. ഒന്നാം നമ്പർ ബർക്കത്ത. പച്ച ഹറാമാ ചെയ്ത് ചെയ്യാൻ പാടില്ല. ഇഹ്റാമിൽ ഇപ്പൊ നമ്മളെ വിഷയം അതല്ല. ഇപ്പൊ നമ്മളെ വിഷയം ഇഹ്റാമാ. ഇഹ്റാമിൽ ഇങ്ങനെ കയ്യിൽ പറ്റുന്ന സുഗന്ധമുണ്ട് എന്ന് ധാരണയുണ്ടെങ്കിൽ അവിടെ കൈകൊണ്ട് ആ സമയത്ത് ഇഹ്റാമിലുള്ള സമയത്ത് തൊടാൻ പാടില്ല എന്നാ. കൈമൽ പറ്റിയാൽ ഹറാമായി ഇനി പോയി കഴുകി എന്നിട്ട് വേണം ബാക്കി തവാഫ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ സാധാരണ സുഗന്ധം പൂശലില്ല. ആ തവാഫിന്റെ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താ? പിന്നെ എണ്ണ താടിയിലോ തലമുടിയിലോ എണ്ണ ഉപയോഗിക്കല് ഹറാമാണ്. അതേസമയത്ത് ബാക്കി ശരീരഭാഗങ്ങളിൽ സുഗന്ധമില്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എന്ന് പറഞ്ഞാല് ഇപ്പൊ ചുണ്ടുവല്ലാതെ പൊട്ടുണ്ട്. തണുപ്പിന്റെ സമയത്ത് നല്ലോണം ഉണ്ടാകുന്ന കേടാണ്. കാറ്റ് കണ്ട് വന്നാൽ ചുണ്ട് പൊട്ടും. അതുപോലെ തന്നെ ചിലർക്ക് കാല് വല്ലാതെ പൊട്ടും. ഈ സമയത്ത് അവിടെ ഈ ചുണ്ടുമ തേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. എന്താ അതിന്റെ പേര്? ലിപ്സ്റ്റിക്. ആ കളറല്ല, ഈ പൊട്ടുമ്പോ തേക്കണ വാസ്ലീന്. ഇനി അല്ല ഇനി എന്ത് പേര് ഇനി അതിന് പറഞ്ഞാലും വേണ്ടിയില്ല. അത് എണ്ണയാണല്ലോ, സംഗതി എണ്ണമയാണ്. അത് മീശമ്മലാകാഞ്ഞാലും മതി താടിമരും. ഈ കീച്ചുണ്ടിലുള്ള താടിമരോ മീശമ്മലോ ആകാത്ത നിലക്ക് ചുണ്ടിൽ പരട്ടുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം അത് സുഗന്ധം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, ഒരു മരുന്ന് എന്ന നിലക്ക് എണ്ണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കാലുപൊട്ടിയ പറ്റുള്ള ജില്ലയോ പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതും എണ്ണവർഗത്തിൽപ്പെട്ട തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് വിരോധമില്ല. കാരണം സുഗന്ധം ഉദ്ദേശിക്കപ്പെടുന്നതല്ല. സുഗന്ധം ഉദ്ദേശിക്കപ്പെടുന്നതല്ലാത്ത എണ്ണ താടിയിലും തലമുടിയിലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ. ബാക്കി ശരീരഭാഗങ്ങളിലാകുന്നത് കൊണ്ട് വിരോധമില്ല. അല്ലാതെ ഇപ്പൊ ഇനിയിപ്പോ അവിടെ ഇറാൻ ചെയ്തോടത്ത് ഒരു ഉച്ചില് കാട്ടും പോലെ ഉച്ചിലിന്റെ പണി നടന്നിട്ടല്ല. ചുണ്ടുമ്മലും ചിലപ്പം കാലുമലും അതുപോലെ തന്നെ നെയ്ച്ചോറ് വയ്ക്കേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ബുഖാരി ചോറ് വയ്ക്കേണ്ടി വന്നു. എന്തായാലും ഉണ്ടാവില്ല എണ്ണ. ഈ എണ്ണ ചുണ്ടുമ്മലാണോണ്ട് കേടില്ല. പക്ഷേ ബുഖാരി ചോറ് വയ്ക്കുന്നവരും ആട്ടർച്ചടിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടത് ചുണ്ടുമ്മലോ അതല്ലെങ്കിൽ കീച്ചുണ്ടിലോ മീശമ്മലോ പറ്റിയിട്ട് ആയാല് ജാഗ്രത പാലിക്കുക. അത് ഹറാമാകും. അതിപ്പോ ഇനി എണ്ണ ഇടലാണ്. എണ്ണ ഇടക്കൊള്ളുന്നില്ല, എണ്ണയാവുന്നു. അത് താടിയിലും
അതുപോലെ തന്നെ തലമുടിയിലും. പെണ്ണുങ്ങൾക്ക് പിന്നെ മുഖത്ത് മുടിയില്ലാത്തതുകൊണ്ടായിട്ട് അടച്ചോൻ കാത്ത്, ആകെ തലമുടിയിലാണ് കാത്താ മതി. ആണുങ്ങൾക്കാണല്ലോ ഇത് ഈ കേസുള്ളത്. അപ്പൊ എന്നാ മുടി നല്ലോ മൊട്ടയടിച്ചാണ്. ആ സമയത്താണെങ്കിൽ എന്നാലും അല്ല നല്ല ക്ലീൻ സേവ. ചില സാധു മിസ്കിന്മാരുടെ താടി വീശി പിടിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ ചില മിസ്കിന്മാര്. എന്നാ ഓനിപ്പോ പേടിക്കാനൊന്നുമില്ല, ഓനിഞ്ഞ് ബുഖാരി അല്ല ഇനി മുസ്ലിമൻ അടിച്ചാലും വേണ്ടില്ല, കാരണം മ്യൂസിയം അടിച്ചല്ലോ. അത് പറഞ്ഞിട്ട് തരില്ല. എത്ര ക്ലീൻ ഷേവ് ചെയ്താലും ആ സ്ഥലത്താകാൻ പാടില്ല എന്നാണ്. മുടി അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, മുടി ഉണ്ടാകുന്ന സ്ഥലത്ത് പാടില്ല എന്നതാണ്. അപ്പൊ എണ്ണ ഉപയോഗിക്കുക. അപ്പൊ വസ്ത്രം പറഞ്ഞു, പിന്നെ സുഗന്ധം പറഞ്ഞു, പിന്നെ എണ്ണ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗിക ബന്ധമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതാണ് ഇപ്പൊ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഉംറയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കഠിനം. പിന്നെ വിവാഹം, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന്റെ ആമുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്പർശനം, ചുംബനം പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഹറാമാണ്. ഇത്രയും കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കുക. ഇനി ഇതിനൊക്കെയുള്ള ഓരോന്നിനുള്ള വിധികൾ വ്യത്യസ്തങ്ങളാണ്. ചുരുക്കിയാണ് പറയാം, ഒരു മുടി അല്ലെങ്കിൽ ഒരു നഖം ഒക്കെ ആണെങ്കിൽ ഒരു സമയത്ത് പോയതെങ്കിൽ അതിന് ഒരു മുദ്ദ് അരിയോ ഗോതമ്പോ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കാരക്കയോ. ഒരു മുദ്ദ് പറഞ്ഞാൽ 2 കൈ കൂട്ടിയിട്ടുള്ള. 2 മുടിയാണെങ്കിൽ അല്ലെങ്കിൽ 2 നഖാണെങ്കിൽ അതിന് 2 മുദ്ദ്. 3 അതിൽ കൂടുതലോ ഒരു സന്ദർഭത്തിൽ നഖമോ മുടിയോ പോയാൽ അതിന് പൂർണ്ണമായ ഒരു ഫിദിയ. മനസ്സിലായല്ലോ? 1 നഖവും മുടിയും കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ? വേട്ടജീവിയാ. വേട്ടജീവി അതിന് പ്രത്യേകം പറഞ്ഞ വേട്ടജീവി ഇപ്പൊ ഇല്ല. ഇപ്പൊ ആകെ ഉള്ളത് പറഞ്ഞതല്ല, അതിന് ഒരു മുദ്ദ് ഭക്ഷ്യധാന്യം കൊടുത്താൽ മതി. ബാക്കിയുള്ളതിനൊക്കെ ഹുക്കൂമ ആണ്. അതിന് വിധിക്കാൻ അർഹതപ്പെട്ട ആളുകൾ, 2 ആളുകൾ വിധിച്ച വിധിയാണ്. അത് ആ ഭാഗം ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പിന്നെ മരം, വലിയ മരമാണെങ്കിൽ അതിന് ഒരു ബദനത്താണ് പറഞ്ഞത്. അതിന്റെ ഇടത്തരമാണെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ അതിന് തുല്യമായത്. അതിന്റെ കീഴ്പ്പെട്ടുള്ള ചെറിയതൊക്കെ ആണെങ്കിൽ ഒരാട്. നന്ന ചെറുതാണെങ്കിൽ പറഞ്ഞേക്ക് എന്തെങ്കിലും ഒന്ന് സദക്കാൻ നേരം ഒരു മുദ്ദ് ഭക്ഷ്യധാന്യോ മറ്റോ സദക്ക ചെയ്യാം. ഇങ്ങനെയാണ്. ഇനി പല പ്രാവശ്യമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലോ ഈ പറഞ്ഞേക്കന്നെ ഒന്നാണ് ഒരിക്കൽ ഉണ്ടായതെങ്കിൽ എപ്പോ എത്ര ഇട്ടാണെങ്കിലും ആ ഓരോന്നിനും ഓരോ മുദ്ദ് വീതം അങ്ങനെ കൂട്ടിയാൽ മതി. അതൊക്കെ നമ്മളെ പ്രവൃത്തി കൊണ്ട്, ബോധപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കൂട്ടിയാൽ മതി. എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് അതിനൊന്നും ഫിദിയ കൊടുക്കാൻ പോകണ്ട. പിന്നെ ആകെ കഴിഞ്ഞല്ലോ നശിപ്പിക്കുന്നത്. പിന്നെ വസ്ത്രം ധരിക്കുക. വിരോധിക്കപ്പെട്ട വസ്ത്രം ഓർമ്മ ഉണ്ടാവും, എടുത്തു കഴിഞ്ഞാൽ മതി. ഓർമ്മയോട് കൂടി ധരിച്ചാൽ അതിനൊരു ഫിദിയ. അതുപോലെ തന്നെ സുഗന്ധം പൂശി, എണ്ണ പൂശി, അതിനൊക്കെ ഫിദിയ. അതുപോലെ തന്നെ സംയോഗത്തിന് മാത്രം പ്രത്യേകം എന്ന് പറഞ്ഞാൽ സംയോഗം ചെയ്താൽ ഇഹ്റാമിലാണെങ്കിൽ ഓർമ്മയോടുകൂടിയാണെങ്കിൽ ഹജ്ജോ ഉംറയോ ആണെങ്കിൽ അത് ഫാസിദാവും. അതോടുകൂടി അമലൊക്കെ ചെയ്തു തീർക്കണം. എന്നിട്ട് പിറ്റത്തെ കൊല്ലം ഖളാ വീട്ടൽ വുജൂബാകും. ഹജ്ജാണെങ്കിൽ. ഉംറയാണെങ്കിൽ സൗകര്യപ്പെടുന്ന ഏറ്റവും ആദ്യം തന്നെ ഖളാ വീട്ടൽ വുജൂബ്. ഹജ്ജിന് അടുത്ത കൊല്ലം സൗകര്യപ്പെടുള്ളൂ എന്നുള്ള ആൾക്കാർ കൊല്ലം നിറഞ്ഞു. അതിന്റെ ശേഷം ഒരു ബദനത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ഒരു ഒട്ടകം, അതല്ലെങ്കിൽ ഒരു മൂരി, അതല്ലെങ്കിൽ 7 ആട്. ഇതാ മറ്റേനോ ബാക്കിയുള്ള ഹറാമുകൾക്കൊക്കെ ഏത് പറഞ്ഞതല്ലാത്ത വസ്ത്രം തലമറക്കുക, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ ഈ ചില്ലറ ഹറാമുകളൊക്കെ സംഭവിച്ചാൽ അതിന് 3-1 ചെയ്താൽ മതി. 3-1 ചെയ്യാൻ പറഞ്ഞാൽ ഒരു പക്ഷെ 3 ദിവസം നോൽമ്പൊലിക്കുക. ഇഷ്ടമുള്ള ചെയ്യാട്ടോ. ഒരു പക്ഷെ 3 ദിവസം നോൽമ്പൊലിക്കുക. അതല്ലെങ്കിൽ 3 സ്വായ് ഭക്ഷ്യധാന്യം, അരി, ഗോതമ്പ്, ഈത്തപ്പഴം പോലത്തത് 3 സ്വായ് വാങ്ങിയിട്ട് 1/2 സ്വായ് വീതമായിട്ട് 6 മിസ്കിന്മാർക്ക് ഹറമ് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരാടർക്കുക. ഇഷ്ടമുള്ള 3-1 ചെയ്താൽ മതി. ആടർക്കാൻ കഴിയണോന്ന് അതെന്നെ അറക്കുക, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള 3 ഏതെങ്കിലും ഒന്ന്. ഒരു പക്ഷേ 3 ദിവസം കൊടുക്കുക. അതല്ലെങ്കിൽ 3 സ്വായ് അരിയോ ഗോതമ്പോ കാരക്കയോ വാങ്ങിയിട്ട് 1/2 സ്വായ് വീതാക്കിയിട്ട് 6 മിസ്കിന്മാർക്ക് അങ്ങനെ കൊടുക്കണം. 6 ആൾക്ക് 1/2 സ്വായ് കൃത്യമാക്കി തന്നെ കൊടുക്കണം. അതല്ലെങ്കിൽ ഒരാടർക്കുക. ഇഷ്ടമുള്ള 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പൊ മുഹറമാത്തുൽ ഇഹ്റാമിന്റെ കഥ വളരെ ചുരുക്കി പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ഒരു കുറച്ച് സമയമായിരുന്നു എന്നാലും പറഞ്ഞ സമയമില്ല. നമുക്ക് ഇനി ഒരാഴ്ചയുടെ ഉള്ളൂ അല്ല ഇപ്പൊ ക്ലാസ്സിന്. അതുകൊണ്ട് കുറച്ച് സമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാന സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ഫർദോ സുന്നത്തോ ആയ ഏത് ദാനങ്ങളും
അത് ഹറമിൽ തന്നെ ചെയ്തു കൊള്ളണം എന്നത് ഷർത്താവുന്നു. ഫർളായതാണെങ്കിൽ സക്കാത്തിന്റെ അയലുകാർക്ക് കൊടുക്കണം, സുന്നത്തായിട്ട് ചെയ്യണമെങ്കിൽ ആർക്കും കൊടുക്കാം. പറഞ്ഞ കുറച്ച് സക്കാത്തിന്റെ അയലുകാർക്കും കുറച്ച് അതുപോലെ തന്നെ കഴിവുള്ള ആളുകൾക്കും അതോടുകൂടി കുറച്ച് ചെയ്ത ആളും ഒക്കെ എടുക്കൽ സുന്നത്താണ്. അതേസമയത്ത് ഫർളായാൽ സ്വന്തം എടുക്കാനും പാടില്ല, സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളുകൾക്ക് തന്നെ കിട്ടുകയും വേണം. ഒരു പ്രശ്നമില്ല. ഹജ്ജ് ചെയ്യാത്തവര് ഹജ്ജ് മാസത്തിൽ ഉംറ എടുത്താൽ ഒരു പ്രശ്നമില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്തു പോകും, അക്കൊല്ലം ഹജ്ജ് ചെയ്യലില്ല, എന്നിട്ട് ഒരു ഒറ്റ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിദ്യ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നെ. നമുക്കല്ലാവൂല. അവര് നിർദ്ദേശിക്കുന്ന അവരെ അമ്പനി മദ്ഹബ് അനുസരിച്ചാണ്. അവരെ മദ്ഹബിൽ അങ്ങനെ ന്യായം ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ചാല് അവര് നക്കൽ ചെയ്യുന്നു. ഷാഫി മദ്ഹബിൽ സക്കാത്തോ അതുപോലത്തെ കാര്യങ്ങളോ നക്കൽ ചെയ്യാൻ പാടുള്ളതല്ല, അഥവാ നക്കൽ ചെയ്താൽ അത് വീടൂലാണ്. അതേസമയത്ത് അവരെ മദ്ഹബിൽ അങ്ങനെ നക്കൽ ചെയ്യുന്നതിന് മസ്ലഹത്ത് അനുസരിച്ച് നക്കൽ ചെയ്യാമെന്നുണ്ടാവിരിക്കാം. അതുകൊണ്ട് ആ മദ്ഹബ് അനുസരിച്ച് പറ്റും എന്നല്ലാതെ നമ്മളെ മദ്ഹബ് അനുസരിച്ച് പറ്റൂല എന്ന് മാത്രമല്ല, നമ്മളുടെ വാജിബ് വീടാതെ കിടക്കും. നക്കൽ ചെയ്താൽ സക്കാത്ത് വിടൂല എന്നതുപോലെ തന്നെ നക്കൽ ചെയ്താൽ ഇത് നമ്മളെ വാജിബ് വിടുന്നതല്ല. അതിലുള്ള പ്രധാന ഒറ്റ തകരാറേ ഉള്ളൂ, ബാക്കിയൊക്കെ റെഡിയാ. ഈ നക്കൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ പ്രശ്നമാണ് അതിലെ പ്രധാനം, ബാക്കിയൊക്കെ റെഡിയാ. വക്കാലത്ത് നിബന്ധന അനുസരിച്ച് തന്നെ അവർ ചെയ്യുന്നുണ്ട്. നമ്മളെ പേരിൽ ഒരാടിനെ എടുത്താൽ നമ്മളെ പേരപ്പോൾ ഉള്ള അഡ്രസ് കൊടുക്കാണല്ലോ, അതങ്ങനെ തന്നെ ഒരു ടോക്കൺ ഉണ്ടാക്കി അത് നമ്മൾക്ക് നിർണയിക്കപ്പെട്ട ആ ആടിന്റെ കൗത്തിലിടും. കൗത്തിലിടുക മാത്രമല്ല, അതിനായിട്ട് ടീമുണ്ട് അർപ്പന്മാരെ അറക്കണേ. ഇത് അറക്കാൻ വേണ്ടിയിട്ട് പിടിക്കുമ്പോൾ മറ്റോ സ്പീക്കറിൽ ഇങ്ങനെ വിളിച്ചു പറയാം, ഇത് ഇന്നോന്റെ ഫിദിയ അല്ലെങ്കിൽ ഇന്നോന്റെ വക അറക്കുന്നു. ഓൻ വിളിച്ചു പറഞ്ഞിട്ടാ മറ്റോ അറക്കുക. അത്രയും കൃത്യമായിട്ട് സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്. കിട്ടുന്നത് വളരെ പാവപ്പെട്ട ആളുകൾക്കുമാണ്. പക്ഷേ ഇവിടെ കൊടുക്കൂല, വേണ്ടോൽക്കും കൊടുക്കൂല, ആവശ്യപ്പെട്ടാലും കൊടുക്കൂല. അത് ഇവിടുന്ന് എന്താക്കി തല്ലാജിലിട്ട് സംസ്കരിച്ച് വിദേശ രാജ്യങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഷാഫി മദ്ഹബിൽ വകുപ്പില്ല, നക്കൽ ചെയ്യാൻ പാടില്ല. വാങ്ങിയോർക്ക് നക്കൽ ചെയ്യാം. അതേ സമയത്ത് അപ്പൊ സക്കാത്തിന്റെ അവസ്ഥയിൽ തന്നെ അന്യനാട്ടുകാരായിരിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് ഇവിടെ സക്കാത്ത് കൊടുത്തു കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയതിന് പ്രശ്നമില്ലല്ലോ. ഓന്റെ നാട്ടിൽ പോകണമെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം? അതേ സമയത്ത് അവിടെ കൊണ്ടു കൊടുക്കാൻ പാടില്ല, ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാൻ പാടില്ല. അതന്നെ ഇതിന്റെ വിധി. ഹറമിൽ കൊടുക്കേണ്ടതാണ്. ഹറമിന്ന് വാങ്ങിയ ആൾ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ വിൽക്കുക, അയാൾ ഭക്ഷിക്കുക, അതല്ലെങ്കിൽ അയാൾ നാട്ടിൽ കൊണ്ടുപോവുക, എന്ത് കാര്യം വേണ്ടില്ല. കൊടുക്കുന്നത് ഈ ചെയ്യുന്ന വ്യക്തി കൊടുക്കുന്നത് അവിടെ കൊടുക്കണം. കിട്ടിയൊരു വാങ്ങിയിട്ട് പിന്നെന്തോ ആയിക്കോട്ടെ അവിടെ പ്രശ്നം. അങ്ങനെ പ്രശ്നം അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും, പക്ഷെ അങ്ങനെ ഇല്ല സംഗതി. അതായത് ഇതിന് പറഞ്ഞ നിശ്ചിത നിബന്ധന അനുസരിച്ചുള്ള വക്കീലന്മാരെയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഓരോ മദ്ഹബിൽ അങ്ങനെ ഒഴിവ് കാണണം. സക്കാത്ത് നക്കൽ ചെയ്യാൻ മദ്ഹബുള്ളതുപോലെ അതേ വകുപ്പിൽ തന്നെയാണ് ഇതും. അങ്ങനെ അവരെ മദ്ഹബിലുണ്ടാവും. അവർ പിന്നെ അതിന് വെക്കേണ്ട പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ അവര് മദ്ഹബിലെ അന്യപുരുഷന്മാര് കാണുന്ന സമയത്ത് മുഖം മറക്ക. എന്നാലും അവരുടെയും അടുക്കലും സൂക്ഷ്മത തന്നെയാണ്. മുഖത്ത് തട്ടാത്ത നിലക്ക് മറക്കലാണ്. ഇനി അഥവാ മുഖത്ത് തട്ടിയെന്നല്ലും കേടില്ല. കാരണം അത് സ്ഥിരമായ വുജൂബാണ്. ഇത് മറ്റേ താൽക്കാലികമായ വുജൂബാണ്. മുഖം തുറന്നിടുക എന്ന് പറയുന്നത് താൽക്കാലിക വുജൂബാണ്, മറ്റേ സ്ഥിരമായ വുജൂബാണ്. ആ സ്ഥിരമായ വുജൂബ് ഒഴിവാക്കാൻ അത് എതിരല്ലാണ്. ഓരോ മദ്ഹബ് നമ്മളെ മദ്ഹബുമായിട്ട് ആ വിഷയത്തിനും വ്യത്യാസമുണ്ട്. നിസ്കാരത്തിലുള്ള സമയത്ത് സുജൂദിൽ നെറ്റി വെക്കണമെന്നില്ല, മറയോട് കൂടി വെച്ചാലും വേണ്ടില്ല. അന്യപുരുഷന്മാരുള്ളടത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുഖം മറക്കലും കയ്യും കാലും കാലേതായാലും മറക്കണം ഔറത്തുന്നുള്ളവർക്ക്. മുങ്കയും മുഖവും ഔറത്തല്ല എന്ന് പറഞ്ഞാലും അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് വെച്ചിട്ട് മുഖവും കയ്യും മറക്കൽ വുജൂബാണ്. അപ്പൊ സുജൂദ് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലല്ലേ വരെ എന്നാലും വേണ്ടിയില്ല. അതങ്ങനെ അതൊക്കെ മദ്ഹബ് സംബന്ധമായ വ്യത്യാസം. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി ഉണ്ട് അല്ലേ? അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂല. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളാണ്. കൈവില്ല എന്നാലും വേണ്ടിയില്ല, ജീവിതത്തിൽ ചെയ്യാതെ മരണപ്പെട്ടു പോയി. അതല്ലെങ്കിൽ ആള് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക്
യാത്ര ചെയ്യാൻ പറ്റാത്ത നിലക്കുള്ള വയസ്സായിട്ട് ആരോഗ്യസ്ഥിതി നശിക്കുകയോ അതല്ലെങ്കിൽ മാറാവ്യാധി രോഗം വന്നിട്ട് ആരോഗ്യം നശിക്കുകയോ ചെയ്തു ഇനിയൊരിക്കൽ അയാൾക്ക് മക്കത്ത് പോയി ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന ആരോഗ്യസ്ഥിതി ഉറപ്പായ ആളാണെങ്കിൽ അയാളുടെ സമ്മതപ്രകാരം അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന. പക്ഷെ ആ സമയത്ത് ചെന്നിയായിട്ട് എന്നാലോ വഴങ്ങി. ഇപ്പൊ വയസ്സുകൊണ്ട് ഇനി യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല, അത്രയായില്ല, പറ്റ വയ്യ, സാമ്പത്തികമായിട്ട് കഴിവുണ്ട്, പക്ഷെ മുമ്പൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇപ്പൊ ആണെങ്കിൽ അയാൾക്ക് തീരെ ബുദ്ധിക്ക് സമനില തെറ്റി ചെന്നിയായിരിക്കുകയാണ്, എന്നാ അയാൾ മരിക്കോളും ചെയ്യാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഒന്നിരിക്കൽ മാറാവ്യാധി രോഗം കൊണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ കാരണം കൊണ്ടോ യാത്ര ചെയ്ത് ഹജ്ജ് നിർവഹിക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി ഉണ്ടാവുക, എന്നിട്ട് അയാളുടെ ഇതിന് സമ്മതം ഉണ്ടായിരിക്കാം. ഈ നിബന്ധനയോടുകൂടിയേ ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പാടുള്ളൂ. മരിച്ചവരാണെങ്കിൽ ജീവിതകാലത്ത് ഫർള് നിർവഹിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അത് നമ്മളെ ബന്ധുവായാലും സ്നേഹിതനായാലും അല്ലാത്തവരായാലും ജീവിതകാലത്ത് ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ മരണശേഷം മറ്റ് ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. അല്ല, ജീവിതകാലത്ത് ഫർളായ ഹജ്ജോ ഉംറയോ നിർവഹിച്ച ആളാണെങ്കിൽ അയാൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തിരിക്കണം, എങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അയാളുടെ പേരിൽ ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ നിവൃത്തിയില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അത് മീഖാത്തിൽ വെച്ചായിരിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹജ്ജിന് ഉദ്ദേശിക്കുന്നവർ ദൂരദിക്കുകളിൽ നിന്നാണെങ്കിൽ 5 നിശ്ചിത മീഖാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർണയിച്ച് തന്നിട്ടുണ്ട്. ആ മീഖാത്തിൽ വെച്ചോ അതിന്റെ മുമ്പോ ഇഹ്റാം നിർവഹിക്കാം. മുമ്പ് നിർവഹിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്യാതെ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് മീഖാത്ത് വിട്ട് മുന്നോട്ട് വരാൻ പാടുള്ളതല്ല, അത് ഹറാമാവുന്നു. അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പരിഹാരം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകലും ആവുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഭാഗത്ത് പെട്ടതാണ്. ഇനി മീഖാത്തിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് ഹറമിന്റെ പുറത്ത് എവിടെയാണെങ്കിലും അവനവൻ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെയാണ് അവരവരുടെ മീഖാത്ത്. ഹജ്ജിനെ സംബന്ധിച്ച് ഹറമിലുള്ളവർക്ക് എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെയാണ്. ഉംറക്ക് മാത്രം ഹറമിൽ താമസിക്കുന്നവൻ ഇഹ്റാം ചെയ്യാൻ വേണ്ടി ഹറമിന്റെ പുറത്തു പോകണം എന്നൊരു നിബന്ധനയുണ്ട്. ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞ ആളുകൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ വല്ല ഹറാമും സംഭവിച്ചു പോയാൽ അതിന് ചെയ്യേണ്ട പരിഹാരങ്ങളും അതും കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. ഇനി ഹജ്ജിന്റെ ഒരു ചുരുങ്ങിയ വിവരണം, ഇനി മറ്റൊരു സമയമില്ലല്ലോ. 8ന്റെ അന്ന് രാവിലെയാണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കൽ അഫ്ളലായത്, ഹജ്ജ് മക്കത്തോ പരിസരങ്ങളിലോ ഉള്ളവരെ സംബന്ധിച്ച്. അപ്പോ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് പുറപ്പെട്ട ഒരു ഹാജി നേരെ മക്ക ഷരീഫിൽ ചെന്ന് കഅബ തവാഫിന് ഖുദൂമിന്റെ തവാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നത്തായ തവാഫ് നിർവഹിക്കുകയാണ് ശരിയായ രീതി. പക്ഷെ ഇപ്പോ 8ന്റെ അന്ന് ഇവിടുന്ന് പോകുന്ന ആളുകളെ നേരിട്ട് മക്കയിലേക്ക് വിടുന്നല്ല, നേരെ മിനയിലേക്കാണ് വിടുന്നത്. അങ്ങനെ വന്നാൽ പ്രശ്നമൊന്നുമില്ല. മിനയിൽ ഇറങ്ങിയതിന് ശേഷം മക്കത്തേക്ക് പോന്നാൽ മതി, അതിന് കുറച്ചൊന്നുമില്ല. 8ന്റെ അന്ന് പകല് പോയാലും വേണ്ടിയില്ല, രാത്രി പോയാലും വേണ്ടിയില്ല. ഒക്കെ ഏറ്റവും മുഅക്കദായ സുന്നത്ത് അറഫയിൽ പോകുന്നതിന് മുമ്പ് ഖുദൂമിന്റെ തവാഫ് നിർവഹിക്കലാണ്. സൗകര്യപ്പെടാത്തവർക്ക് ആ സുന്നത്ത് പോകുന്ന അത്ര ഹജ്ജ് പൂർത്തിയാകാതെ നോക്കൂല. ഒരു പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്താണ്. അത് നേരെ മക്കയിൽ ചെന്ന് ചെയ്തോളണമെന്നില്ല. മിനയിലോ പരിസരത്തോ ഒക്കെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് വന്ന് ചെയ്താലും മതി. ഒറ്റ നിബന്ധന, അറഫെ പോകുന്നതിന് മുമ്പാവണം. അറഫെ പോകാൻ മുഹറം ദുൽഹജ്ജ് മാസം 9ന്റെ അന്ന് ളുഹറിന്റെ മുമ്പ്. അതിന് മുമ്പ് അറഫെ പോയാലും അറഫ പരിഗണിക്കൂല. പുതായൻ ഒരാൾ നേരെ ഇവിടുന്ന് അറഫേക്കാണ്ട് പോയത് വിട്ടു. അങ്ങനെ അറഫെ കൊണ്ടുപോയി ഒരാൾ വണ്ടിയിലിറക്കി. 9ന്റെ അന്ന് രാവിലെയാണ്. എന്നാലും അവന് വണ്ടിയിട്ടും സൗകര്യപ്പെടുമെങ്കിലും അവിടുന്ന് മക്കത്ത് വന്നിട്ട് തവാഫ് ചെയ്ത് പോകാം. അറഫ എന്ന് പരിഗണിക്കണമെങ്കിൽ ളുഹറാവണം.
ളുഹർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിലുള്ള ഒരു ഹാജി അറഫയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ഫർളായി, പിന്നെ ഖുദൂമിന്റെ തവാഫില്ല, അത് നഷ്ടപ്പെട്ടു. അപ്പൊ അറഫയിൽ ദുൽഹജ്ജ് 9 അന്ന് ളുഹർ വഖത്ത് കടന്നതിന് ശേഷം അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഖുദൂമിന് തവാഫില്ല. അതിന്റെ മുമ്പാണെങ്കിൽ എപ്പോഴും ആവാം. ഇപ്പം മദീനത്തു നിന്നൊക്കെ 4-നും 5-നും 6-നും ഒക്കെ ഇഹ്റാം ചെയ്തു വരുന്ന ആളുകളുണ്ട്. അവര് നേരിട്ട് മുമ്പ് മിനയിലേക്കായിരുന്നു വന്നിരുന്നത്. ഇപ്പോ അത് സംവിധാനം മാറ്റി അസീസി കയ്യിൽ റൂം എടുത്തിട്ട് ആ റൂമിലേക്കാ വരുന്നത്. അങ്ങനെ വന്നെന്ന് ക്ഷീണം അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിന്റെ പിറ്റേന്നോ ഒക്കെ ആയിട്ട്, അതായത് മിനയ്ക്ക് അല്ലെങ്കിൽ മുസ്ദലിഫിലേക്ക് അറഫയിലേക്കൊക്കെ പോണതിന്റെ മുമ്പ് അത് ചെയ്താൽ മതി. അതായത് ഇഹ്റാമിൽ മക്കയിൽ എത്തിയ ഉടനെ ചെയ്തോളണം എന്ന് ഷർത്തില്ല. അറഫയിൽ എത്തുന്നതിന് മുമ്പ് ഉള്ള സമയത്താവണം എന്ന നിബന്ധനയുള്ളൂ. അങ്ങനെ ഖുദൂമിന്റെ തവാഫ് നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സുന്നത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുഅക്കദായ സുന്നത്ത് ഹജ്ജിന്റെ ഫർളായ സഅയ് നിർവഹിക്കണം. അപ്പൊ 8-ന് പകലോ രാത്രിയോ അവിടെ എത്തിയ ആള്, അല്ലെങ്കിൽ 9-ന്റെ അന്ന് രാവിലെ ഒക്കെ എത്തിയ ആള് ആദ്യം സുന്നത്തായ ഖുദൂമിന്റെ തവാഫ് നിർവഹിക്കുക. ആ തവാഫിന് ശേഷം ഹജ്ജിന്റെ ഫർളായ സഅയ് നിർവഹിക്കുക. ഇങ്ങനെ ചെയ്യലാണ് സുന്നത്ത്. പക്ഷേ ഇവിടെ തവാഫും സഅയും കഴിഞ്ഞാൽ മുടി മുറിക്കാൻ പാടില്ല. കാരണം ചെയ്ത തവാഫ് ഫർളല്ല, സുന്നത്താണ്. സഅയ് മാത്രമേ ഫർളുള്ളൂ. ഒരു ഫർള് മാത്രം ആയതുകൊണ്ട് അവിടെ മുടി മുറിക്കാനുള്ള സമയം ആയിട്ടില്ല. അതേസമയത്ത് ഉംറക്കാണെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്നാൽ ഒരു തവാഫിനെ ഉള്ളൂ. തവാഫ് കഴിഞ്ഞാൽ സഅയും കഴിഞ്ഞാൽ മുടി മുറിക്കേണ്ട സമയം. അതും ഇവിടെ തവാഫും സഅയും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് സംശയിക്കേണ്ട. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ അറിയാതെ മുടി മുറിച്ചു കഴിഞ്ഞാൽ അതിന് ഫിദിയ വേണ്ടി വരും. അത് അറിയാതെയാണല്ലോ, അറിയാതെയാണെങ്കിലും വേണ്ടി വരും ഫിദിയ. അറിഞ്ഞുകൊണ്ടാവുമ്പോൾ ഹറാമിന്റെ കുറ്റം ഉണ്ടാവും, അറിയാതെ ആണെങ്കിൽ ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല എന്നുള്ളൂ. ഫിദിയ എന്തായാലും വേണ്ടി വരും. ഇനി തവാഫിനെ പറ്റിയൊക്കെ വിശദീകരണം പിന്നെ പറയാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തൂല. അങ്ങനെ തവാഫും സഅയും നിർവഹിച്ചു കഴിഞ്ഞാൽ ഇനി മിനയിലേക്ക് പുറപ്പെടുകയാണ് വേണ്ടത്. ഈ മിനയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് സൗകര്യപ്പെടുമെങ്കിൽ ഒരു തവാഫുൽ വദാഇ സുന്നത്തുണ്ട്. കാരണം എന്താ, ഈ യാത്ര അറഫ വരെയാണ്. അറഫ ഹറം ഷരീഫിന്റെ പുറത്താണ്. അപ്പൊ ഹറം ഷരീഫിന്റെ പുറത്തേക്ക് 2 മർഹലയിൽ താഴെയുള്ള സ്ഥലത്തേക്കൊക്കെ പുറപ്പെടുമ്പോൾ തവാഫ് സുന്നത്താണ്. ഇപ്പൊ ഇവിടെ 2 മർഹലയൊന്നും ഇല്ല, ഏതാനും കുറഞ്ഞ കിലോമീറ്ററുകളേ ഉള്ളൂ. എന്നാലും അറഫ ഹറമിന്റെ പുറത്താണ്. അപ്പൊ ഈ യാത്രയിൽ ആ അറഫ കൂടി ഉദ്ദേശമുള്ളത് കൊണ്ട് ഹറം വിട്ടു പോകുന്ന ഉദ്ദേശം ഉള്ള ഒരാളാണ്. അപ്പൊ ഒരു തവാഫ് ചെയ്യൽ സുന്നത്തുണ്ട്. സൗകര്യപ്പെടുന്നവർ ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ പ്രയാസമാണ്, കാരണം അതിന് മാത്രം തിരക്കായിരിക്കുമെന്ന്. സൗകര്യപ്പെട്ടാൽ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് ചുരുക്കം. അത് കഴിഞ്ഞ് മിനയിലെത്തുക, അതൊരു സുന്നത്താണ്. ഖുദൂമിന്റെ തവാഫ് സുന്നത്തുള്ളത് പോലെ തന്നെ മിനയിലെത്തലും ഒരു സുന്നത്താണ്. 8-ന്റെ അന്ന് ളുഹറിന്റെ മുമ്പ് തന്നെ തവാഫും സഅയും കഴിഞ്ഞ് മിനയിലെത്തി ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, 9-ന്റെ അന്നത്തെ സുബഹി എന്നീ 5 വഖത്ത് മിനയിൽ വെച്ച് നിർവഹിക്കലും അന്ന് രാത്രി അവിടെ രാപ്പാർക്കലും സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണ്. ചെയ്യാൻ സൗകര്യപ്പെട്ടാൽ വളരെ നല്ലതാണ്. സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഹജ്ജിന് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കുറെ സുന്നത്തുകൾ നഷ്ടപ്പെടും എന്ന് മാത്രം. ഇത് ഇപ്പോഴല്ല, വളരെ മുമ്പ് തന്നെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മനാസിക് എഴുതുന്ന സമയത്ത് തന്നെ നടക്കുന്ന വ്യാപകമായ പരിപാടിയാണ് 8-ന്റെ അന്ന് രാത്രി വലിയൊരു ജനസമൂഹം തന്നെ അറഫയിൽ എത്തിപ്പെടുക എന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയല്ല വേണ്ടത്. 8-ന്റെ അന്ന് രാത്രി അറഫയിൽ പോകുകയല്ല വേണ്ടത്. 8-ന്റെ അന്ന് ഫുള്ളായിട്ട് മിനയിൽ നിന്ന് 9-ന്റെ അന്ന് രാവിലെ പോവുകയാണ് വേണ്ടത്. എന്നിട്ട് ളുഹറിന്റെ ശേഷം മാത്രം അറഫയിൽ പ്രവേശിക്കുകയാണ്. അല്ലാഞ്ഞാൽ ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെടും എന്ന് പ്രത്യേകം അദ്ദേഹം ഉണർത്തുന്നത്. അപ്പൊ അന്നേ ഉണ്ടത് ഏർപ്പാട്, നേരത്തെ പോകല്. പക്ഷെ അന്നൊരു വിദഗ്ധ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്ക് ഇലക്ട്രിക് സൗകര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ 9-ന്റെ അന്ന് അറഫയിൽ വ്യാപകമായി ലൈറ്റ് കത്തിക്കുക. അങ്ങനെ എണ്ണത്തിരികളാണല്ലോ അന്ന്, മെഴുകുതിരിയും എണ്ണത്തിരിയും വ്യാപകമായിട്ട് കത്തിക്കുക. അത് പാടില്ല, വിദഗ്ധായ ആചാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ആ പ്രശ്നമില്ല. പിന്നെ അങ്ങനെ കത്തിക്കലെന്നെ 24 മണിക്കൂറും. അവിധേയത്താന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എത്രയോ വെറുതെ ആവശ്യമില്ലാതെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് റിയാൽ നഷ്ടപ്പെടുത്തുകയാണ്. ഓഫാക്കലെന്നില്ല, രാവുമ്പോൾ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഓഫാക്കാൻ ഒപ്പില്ല. എന്റെ ഒന്നും ആരും ചിന്തിക്കലില്ല അർത്ഥം.
അങ്ങനെ 8ന്റെ അന്ന് അവിടെ താമസിച്ച് 9ന്റെ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചു വന്നതിന് ശേഷം അറഫയിലേക്ക് പുറപ്പെടലാണ് സുന്നത്തായ രീതി. ഇതൊക്കെ പറയാനല്ലാതെ ചെയ്യാനിപ്പോ സാധിക്കുന്നതിന് വളരെ പരിമിതിയുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുപോയി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ ചെയ്യാം. അതും സമ്മതിക്കാത്തൊരു കാലത്ത് കാണോ നീങ്ങുന്നത് എന്ന് സംശയമുണ്ട്. ഒറ്റയ്ക്ക് പോണവർക്ക് പോയി പറഞ്ഞൊക്കെ സുന്നത്തനുസരിച്ച് ഇപ്പോഴും ചെയ്യാം. പക്ഷെ അതിന് തടസ്സം വരുമോ എന്ന് പേടിക്കേണ്ട ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ ളുഹറിന്റെ മുമ്പ് അറഫയിലെ പരിസരത്തെത്തിയാൽ അറഫയിൽ പ്രവേശിക്കാതെ അറഫയുടെ അതിർത്തിയുടെ പുറത്തു നിന്ന് ളുഹർ വഖ്ത് കഴിഞ്ഞ് പ്രവേശിച്ചതിന് ശേഷം അറഫയിൽ പ്രവേശിക്കുന്നതാണ് സൗകര്യപ്പെടുമെങ്കിൽ സുന്നത്തായ രീതി. പക്ഷെ ഇന്ന് അത് സൗകര്യപ്രദം അല്ല എന്നല്ല, വാഹനത്തിൽ പോകുന്നവർക്ക് അത് അസാധ്യവും ആണ്. കാരണം നേരത്തെ എത്തിയാൽ അറഫയിൽ ഉള്ളിലെത്താൻ നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. എത്രയും സമയം താമസിക്കുന്നോ അത്രയും അറഫന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാതെ വരിക. 8ന്റെ അന്ന് രാത്രി തന്നെയാണ് മുത്തഫിമാരുടെ ഹാജിമാരും മഹാഭൂരിപക്ഷവും എത്തുക. ബാക്കിയുള്ളവർ രാവിലെയും വരും. രാവിലെ ആവുമ്പോഴേക്ക് മിന മുതൽക്ക് അറഫ വരെ ട്രാഫിക് ജാമായിരിക്കും. അതിന്റെ പേരിൽ പകല് പുറപ്പെട്ടാല് സാധാരണഗതിയിൽ കുറച്ച് താമസിച്ചിട്ട് ആ സുന്നത്തൊക്കെ എടുത്ത് ളുഹർ വഖ്ത് കൊടുത്തതിന് ശേഷം അറഫയിൽ കയറാ എന്ന് വെച്ചാൽ മഗ്‌രിബാണതിന്റെ മുമ്പ് അറഫയിൽ എത്തിപ്പെടണമെങ്കിൽ വണ്ടി പോണ വഴിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് ഉള്ള ആഫിയത്തുമായിട്ട് ബിസ്മി ചൊല്ലി നടക്കേണ്ടി വരും. വണ്ടി പിന്നെ അറഫന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ 4-5-6 കിലോമീറ്റർ ചുറ്റളവുണ്ട് അറഫ എന്ന് പറയുന്നത്. അതിന്റെ ഏത് ഭാഗത്താണ് നമ്മൾക്ക് നിർണയിക്കപ്പെട്ട തമ്പ് എന്ന് അറിയാൻ കഴിയില്ല. ആ സ്ഥലത്തേക്ക് അന്വേഷിച്ച് നടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ കിലോമീറ്ററുകൾ ഇങ്ങനെ നടന്ന് അരഞ്ഞ് ലക്ഷ്യത്തിലെത്താതെ ആകെ പ്രശ്നമാവും. ഈ പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തവഫിമാര് നേരത്തെ തന്നെ പോകുന്നത്. നമ്മളും തന്നെ ഇവിടുന്ന് പോയാൽ സാധാരണ നമ്മൾ പിന്നെ പുറത്ത് റൂട്ട് കൂടെയാണ് സാധാരണ പോവുക. അസീസിയെ താമസിക്കുന്നത് നമ്മൾ സുബഹിസ്കരിച്ച് പറഞ്ഞേക്ക് വെയിലുച്ചിട്ട് തന്നെ പോവുള്ളൂ. ഈ പോക്ക് പോയാൽ നമ്മള് സുന്നത്തായ വഴിയിലൂടെ ഒന്നും പോകാൻ കഴിയൂല. അങ്ങനെ വഴി ഉണ്ടായി നടന്നു കൊടുക്കുകയോ പോകാൻ കഴിയുള്ളൂ. സുന്നത്തായ വഴിയല്ലാതെ ഇപ്പത്തെ പുതിയ റൂട്ട് ത്വായിഫ് റോട്ടിന് നേരെ വണ്ടി പിടിച്ചിട്ട് ത്വായിഫ് റോട്ടിന് അങ്ങനെ പോയിട്ട് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിന്റെ അവിടെ കുബിരി കയറിയിട്ട് അറഫേക്കിന് ചാടുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പുറത്തുകൂടെ പോയിട്ട് ഇങ്ങോട്ടിറങ്ങി. അപ്പൊ ഏകദേശം ഒരു 9:30, ചിലപ്പോ 9 മണിക്ക് തന്നെ, ചിലപ്പോ 9:30 ഒക്കെ ആവുമ്പോക്ക് അറഫയിലെത്തും. അപ്പൊ വലിയ ഈ പുറത്തുകൂടെ വരുന്ന ഒരു പരിചയമുള്ള ഡ്രൈവർമാരാണെങ്കിൽ ജാമാകാത്ത ഏതെങ്കിലും റോട്ടിൽ കൂടെ കയറ്റിയിട്ട് നമ്മളെ സ്പോട്ടിലെത്തിക്കാൻ കഴിഞ്ഞെന്ന് വരും. അങ്ങനെ വരുമ്പോ 10 മണിന്റെ മുമ്പ് തന്നെ നമ്മള് എവിടെ എത്തും? അറഫയിലെത്തും. അപ്പൊ പിന്നെ ആൾക്കാർ അപ്പൊ ദൂരക്കരിച്ചിട്ടല്ലേ കിടക്കൽ സുന്നത്ത് എന്ന് പിന്നെ അവിടെ മസാല ചോദിച്ചിട്ട് കാര്യമില്ല. ദൂരസ്കരിച്ചിട്ട് കിടക്കാന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ നിർത്തേണ്ടി വരും? ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി കുബിരിമൽ ബസ് നിർത്തിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ കിലോമീറ്ററുകൾ കെട്ടും കെട്ടി ബെയിലും കൊണ്ട് നടക്കാം. അപ്പൊ ദേഷ്യം പിടിച്ചു. ഈ പൈസ ഒക്കെ പാടെ വാങ്ങി വെച്ചിക്കാണ്ട് പേര് നടത്താന് എന്ന് പറയുള്ള അജ്ജ് കളയും. അത് കളയണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് നേരത്തെ എത്തിയാലും വേണ്ടിയില്ല, അവിടെ എത്തിക്കിട്ടിയാലും പിന്നെ ഇനിയിപ്പോ കുറച്ച് ദേഷ്യം പിടിച്ചാലും വേണ്ടിയില്ല, കുറച്ച് നേരത്തെ എത്തി എന്നുള്ളതല്ലാതെ അത് എതിറുള്ളത് കൊണ്ട് നേരത്തെ പോവുകയാണ് എന്ന കാരണത്താൽ നമ്മൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എതിറുള്ളത് കൊണ്ടാണ് നേരത്തിന് എത്താൻ കഴിയില്ല അല്ലെങ്കിൽ എന്നതുകൊണ്ട്. സുന്നത്തായ രീതി ളുഹർ നിസ്കരിച്ചിട്ട് കടക്കലാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒറ്റക്ക് പോകാനൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും അറഫയിലെത്തിയാൽ അറഫയുടെ വിശാലമായ പരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായാൽ മതി. എവിടെയായാലും വിരോധമൊന്നുമില്ല. പക്ഷേ സാധിക്കുന്നവര് ജബലുർ റഹ്മയുടെ സമീപത്ത് പരിസരത്തൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ നല്ലതാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുൻഗാമികളായ അംബിയ മുർസലീങ്ങളൊക്കെ ജബലുർ റഹ്മയുടെ താഴ്വരയിലുള്ള ഏകദേശം ഒരു 1-1.5 ആൾ ഉയരത്തിലുള്ള ആ പാറക്കെട്ടിന്റെ
ആ പ്രദേശത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നത്. മഹാഭൂരിപക്ഷം അമ്പിയാക്കളും അവിടെ തന്നെയാണ് നിന്നത്. അപ്പൊ അതിന്റെ പരിസരത്തൊക്കെയാണ് അവരുടെ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വദാഇന് വന്ന സഹാബത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ നിലക്ക് ജബലുർ റഹ്മയോട് പരമാവധി അടുത്തെത്താൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷെ ഹജ്ജ് വിട്ടാൻ അറഫ എന്ന് പറയുന്ന വിശാലമായ ആ പ്രദേശത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഹജ്ജ് കിട്ടും, എവിടെ എത്തിയാലും മതി. അറഫക്ക് എല്ലാത്തിനും അറഫ എന്നുള്ള നിലക്ക് തുല്യ പദവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വഖഫ്തു ഹാഹുന വഅറഫ കുല്ലുഹാ മൗഖിഫൻ. ഞാനിവിടെ നിന്ന് എന്ന് വെച്ച് ഇവിടെ തന്നെ എല്ലാവരും നിന്നോളന്നില്ല. ഈ അറഫ എന്ന് പറയുന്ന വിശാലമായ സ്ഥലം മുഴുവനും ഹജ്ജിൽ നിൽക്കാൻ പറ്റുന്ന മൗഖിഫ് തന്നെ. അത് അന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്തൊന്നും ആളില്ല. പക്ഷെ അന്നത് പറഞ്ഞില്ലെങ്കിൽ എന്താവും? എത്രയോ കിലോമീറ്ററുകൾ ദൂരെയാണ്. ഒരു കൊല്ലം നമ്മൾ ഇവിടുന്ന് ഹജ്ജിന് കൊണ്ടുപോകാത്ത കൊല്ലം ഞങ്ങള് വേറെ സംഘത്തിന്റെ കൂടെ പോയി. അങ്ങനെ ഏതോ ഒരു സ്ഥലത്തെത്തി, അറഫ തന്നെയാണ്. അങ്ങനെ ഏതായാലും അവരുമായിട്ട് വിട്ടുപിരിയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങള് വിട്ടുപിരിഞ്ഞു, ഞാനും ഹംസോസ്താദും കൂടി വിട്ടുപിരിഞ്ഞ് പിന്നെ മിനയ്ക്കും മുസ്ദലിഫയ്ക്കും ഒക്കെ നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ നടക്കണമെങ്കിൽ തരീഖുൽ മുഷാത്ത് എത്തണമെങ്കിൽ ഏകദേശം പള്ളിന്റെ അടുത്ത് എത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പോലീസുകാരനോട് ചോദിച്ചു പള്ളിന്റെ അടുത്തേക്ക് എത്താൻ. ഓൻ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടാവും, ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ നടക്കണം പള്ളിന്റെ ആ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ. അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്താണ് ഞങ്ങളുള്ളത്. അഫേ തന്നെയാണ് നടന്നു. പിന്നെ നാട്ടിന് ആ 3.5 കിലോമീറ്റർ 3.5 അല്ല 4 കിലോമീറ്റർ നടന്നു പള്ളിന്റെ അടുത്ത് എത്തുമ്പോ പിന്നെ അവിടുന്നാണ്ട് പിന്നെ മുസ്ദലിഫയ്ക്കുള്ള നടത്തുമ്പോൾ ആരും നടക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വിശാലമായ സ്ഥലം അവിടെ എവിടെ നിന്നാലും ഹജ്ജിന്റെ പ്രതിഫലത്തിൽ യാതൊരു വ്യത്യാസമില്ല. ഇഹ്റാമോട് കൂടി ഒരു മുസ്ലിമായ മനുഷ്യൻ ആ ദുൽഹജ്ജ് 9 അന്ന് ളുഹർ വക്ത് കടന്നോടം മുതൽക്ക് 10 അന്ന് സുബ്ഹി ആകുന്നതിന്റെ ഇടക്ക് ഒരു സെക്കൻഡ് സമയം ഭൂമിയിലോ അവിടെ വാഹനത്തിലോ അതല്ല ഇഞ്ഞൊരു കാലത്ത് അവിടെ കെട്ടിടം വരികയാണെങ്കിൽ ആ കെട്ടിടത്തിലോ, ഇനി ഇപ്പോ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ സാധാരണ സൈന്യങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ഹെലികോപ്റ്ററിലോ ഒക്കെ ആയാലും ഹജ്ജ് കിട്ടും. ഈ അറഫ എന്ന് പറയുന്ന ബൗണ്ടറിയുടെ ഉള്ളിൽ നിരത്തോ അന്തരീക്ഷത്തിലോ എവിടെ ആയാലും വേണ്ടില്ല. ഇഹ്റാമോട് കൂടി ഈ സമയത്ത് ഒരു രാത്രി മുഴുവനും ഒരു പകലിന്റെ പകുതിയും, ദുഹർ മുതൽക്ക് മഗ്രിബ് വരെയുള്ള പകലും പിന്നെ മഗ്രിബ് മുതൽ സുബ്ഹിയാണ് വരെയുള്ള രാത്രി, ഈ സമയത്തിനിടയ്ക്ക് എപ്പായാലും മതി. ഒരു സെക്കൻഡ് സമയം കിട്ടിയാൽ ഇഹ്റാമ് വേണമെന്ന് മാത്രം. ഇഹ്റാമോട് കൂടി ഒരു സെക്കൻഡ് സമയം കിട്ടിയാൽ ഹജ്ജ് കിട്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അൽ ഹജ്ജു അറഫ, ഹജ്ജിന്റെ ഏറ്റവും മുഖ്യമായ ഘടകം അറഫയാണ്. അത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സുബ്ഹി ആകുന്നത് വരെ അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. 9 അന്ന് അല്ല 10 അന്ന് സുബ്ഹി വഖത്ത് വരേക്കും എത്ര ശ്രമിച്ചിട്ടും അറഫയുടെ അതിർത്തിപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ഹജ്ജിന്റെ ഇഹ്റാമിലാണ് താനും. എന്നാൽ ആ ഹജ്ജ് ഫൗത്താകുക എന്നാ പറയാം, ഹജ്ജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് ദുഹറിന്റെ മുമ്പ് നിന്നിട്ടും കാര്യമില്ല, 10 അന്ന് സുബഹിന്റെ ശേഷം നിന്നിട്ടും കാര്യമില്ല. ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോയാലോ? നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന്റെ നിയമം ഒരു ഉംറയുടെ അമൽ ചെയ്ത് തഹല്ലുലാകുക. ഹജ്ജ് ഏതായാലും പോയി, പക്ഷെ ഇഹ്റാമായിട്ട് തന്നെ നിൽക്കും. അപ്പൊ ഞാൻ ചെയ്യാൻ പിന്നെ എന്തേ ഉള്ളൂ? പിന്നെ ഞാൻ അടുത്ത കൊല്ലത്തെ ഹജ്ജ് വരെ നിൽക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് കഅബ തവാഫ് ചെയ്യുക, എന്നിട്ട് സഫാ മർവക്കടയിൽ സഅയ് ചെയ്യുക, മുടി മുറിക്കുക. ഇപ്പൊ എന്തായി? ഒരു ഉംറന്റെ അമൽ ചെയ്ത് തഹല്ലുലായി. എന്നിട്ട് അടുത്ത കൊല്ലം തന്നെ നിർബന്ധമായിട്ടും ഈ ഹജ്ജ് ഖളാ വീട്ടണം. ഖളാ വീട്ടിയാലും പോരാ, ഹജ്ജ് ഫൗത്തായതിന് ഫിദിയ അർക്കുകയും വേണം. ഇതൊക്കെ അറഫ നഷ്ടപ്പെട്ടാലാണ്. അറഫക്ക് മാത്രമേ ഈ കൃത്യ ടൈമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സമയം പറയുന്നുണ്ടെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട പുണ്യപ്പെട്ട സമയം എന്നേ ഉള്ളൂ. എപ്പോ ചെയ്താലും സംഗതി ഹജ്ജാവും, ഹജ്ജിന് കേടൊന്നുമില്ല. ഇഹ്റാം ആണ് ഒരു പരിധി നിശ്ചയിച്ച് സമയമുള്ളതൊന്നും. അഥവാ ശവ്വാൽ 1 മുമ്പ് ഇഹ്റാം ചെയ്താൽ ഇഹ്റാമാവും, പക്ഷെ ഹജ്ജാവൂല. ഒരാൾ റമദാൻ മാസത്തിൽ തന്നെ ഹജ്ജിന് വേണ്ടിയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ ആ ഇഹ്റാമിന് തകരാറൊന്നുമില്ല, ഇഹ്റാമായി തീരും, പക്ഷേ ഹജ്ജ് ഹജ്ജാവൂല. കാരണം അല്ലാഹു തആല പറഞ്ഞാൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ, ഹജ്ജിന് പ്രവേശിക്കേണ്ടത് എണ്ണപ്പെട്ട മാസങ്ങളിൽ മാത്രമാണ്.
അത് ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 9 പകലുകളും 10 രാവുകളുമാണ്. ഈ സമയത്ത് ഇഹ്റാമിൽ പ്രവേശിച്ചെങ്കിലേ ഹജ്ജാവും. പക്ഷെ അതിന് മുമ്പ് ചെയ്താൽ ഉംറ ചെയ്യാം. ഉംറ ഹജ്ജുൽ അസ്ഗർ എന്നൊരു പേര് ഉംറക്കുണ്ട്, ചെറിയ ഹജ്ജ്. അപ്പൊ ആ ഹജ്ജായി തീരും. അപ്പോ ഹജ്ജ് കിട്ടൂലെങ്കിലും ഉംറന്റെ പ്രതിഫലം കിട്ടും. മുമ്പ് ഹജ്ജ് ഫർദായ ഉംറ ചെയ്യാത്ത ആളാണെങ്കിൽ ആ ഫർദ് ഇതുകൊണ്ട് വിടുകയും ചെയ്യും. ദുൽഹജ്ജ് ശവ്വാൽ 1 മുതൽക്ക് ഇഹ്റാം ചെയ്യണം. 10ന്റെ അന്ന് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഇഹ്റാം ചെയ്താൽ പറ്റൂല. ഇങ്ങനൊരു ടൈം ഇഹ്റാമിനുണ്ട്. അപ്പൊ ശവ്വാൽ 1 മുതൽക്ക് തുടങ്ങി ദുൽഹജ്ജ് 10ന്റെ അന്ന് സുബഹി ആകുന്നതിന് മുമ്പുള്ള സമയത്തായിരിക്കണം ഇഹ്റാം എന്ന്. പക്ഷേ ഇത്രയും സമയം ഇഹ്റാമിൽ നിൽക്കാൻ നമ്മളെ സംബന്ധിച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്തിക്കുന്നതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പിന്തിച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാനാണ് പ്രേരിപ്പിച്ചതും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇഹ്റാമിൽ ഹറാമാവുന്ന കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കണമെങ്കിൽ വളരെ പ്രയാസമുള്ളത് കൊണ്ട് അത് സമയം കുറക്കാനാണ് നല്ലത് എന്നതുകൊണ്ടായിരിക്കാം 8ന്റെ അന്ന് രാവിലെ ഇഹ്റാം ചെയ്യാൻ സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത്. അറഫ ഒരാള് ആണ് കേറുമ്പോ തന്നെ കിടന്നുറങ്ങി. അറഫയിൽ നിന്ന് പോരോളും ഉറങ്ങിയാലും ഹജ്ജ് കിട്ടും. അതേ സമയത്ത് അറഫയിലെത്തുമ്പോൾ തന്നെ ഇയാൾക്ക് ബോധമില്ല. അറഫ ഇന്ന് കഴിഞ്ഞ് പോരുന്നത് വരെയും ബോധം തെളിഞ്ഞില്ല, എന്നാ ഹജ്ജ് കിട്ടൂല. അപ്പോ ബോധത്തോടു കൂടി, അതാ സ്വബോധത്തോടു കൂടിയായിരിക്കണം. ഓർമ്മ വേണമെന്നില്ല. ഓർമ്മ വേണമെന്നില്ല എന്നറിയാൻ കാരണം എന്താ, ഉറങ്ങിയാലും അങ്ങനെ ഹജ്ജ് കിട്ടും. എന്നാ അതേ സമയത്ത് ബുദ്ധിയില്ലാത്ത ആളുകളുടെ ഹജ്ജ് സഹിയാവും. പക്ഷേ ഇഹ്റാമിന് രക്ഷിതാവ് വേണമെന്ന് മാത്രം. ഒരാൾ മാനസിക രോഗിയായി ഇഹ്റാം ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇഹ്റാം ചെയ്തതിനു ശേഷം മാനസികമായിട്ട് തകരാറായി. അങ്ങനെ മാനസികമായി തകരാറായെങ്കിൽ പോലും ഇയാള് രക്ഷിതാവ് കൂടെ, അയാൾ എന്തായി അറഫയെ കൊണ്ടുപോയി ഹജ്ജ് കിട്ടും. പക്ഷേ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഫർള് വിടൂലാത്രം. ഹജ്ജ് കിട്ടും, ഹജ്ജ് ചെയ്യാൻ ഹജ്ജിന് കേടൊന്നുമില്ല. പ്രായപൂർത്തിയും ബുദ്ധിയും ഫർള് വിടാൻ സാധ്യത. അതേസമയത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സയ്യാവും, ഹജ്ജിന്റെ കൂലി കിട്ടും, ഒക്കെ ആവും. പക്ഷേ രക്ഷിതാവ് വേണം, അല്ലെങ്കിൽ രക്ഷിതാവിന്റെ അനുമതി വേണമെന്ന് മാത്രം. അതുപോലെ തന്നെ ബുദ്ധിയില്ലാത്ത ആള് ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ബുദ്ധിയില്ല, എന്നാ പിന്നെ രക്ഷിതാവിനെ ഇഹ്റാം ചെയ്യണം. അതല്ല ഇഹ്റാം ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അറഫയിൽ നിൽക്കുന്ന സമയത്താണ് പ്രശ്നമെങ്കിൽ രക്ഷിതാവ് ഉണ്ടെങ്കിൽ ഹജ്ജ് സയ്യാവും. പക്ഷേ ഫർള് വിടൂല. കുട്ടികളാണെങ്കിലും ഫർദ് വിടൂല, ബുദ്ധി ഇല്ലാത്തവരാണെങ്കിലും ഫർദ്. ബോധമില്ലാത്തവരാണെങ്കിൽ ഹജ്ജ് തന്നെ ചെയ്യാവുകയില്ല. ഉറങ്ങിയാലോ ഇതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഉറങ്ങിയാൽ നമുക്ക് പലതും നഷ്ടപ്പെടും, അത് വേറെ വിഷയം. സയ്യാവുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ അറഫയിൽ ഈ വിശാലമായ ഒരു രാവിന്റെയും അരപ്പകലിന്റെയും ഇടക്കുള്ള സമയത്ത് ഇഹ്റാമോട് കൂടി ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ ഉണ്ടായാൽ തന്നെ അയാളുടെ ഹജ്ജിന്റെ മുഖ്യ ഭാഗം ലഭിച്ചു. പക്ഷേ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫയാണ് എന്നതുകൊണ്ട് അറഫ എത്ര കണ്ട് നമുക്ക് സ്വന്തമാക്കി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്രയാണ് ഹജ്ജിന്റെ മഹത്വം നമുക്ക് ലഭിക്കുക. അത് നമ്മൾ പ്രത്യേകം പറയും. പക്ഷെ അതൊക്കെ സുന്നത്താണ്. ഇല്ലെങ്കിൽ ഒരു ഫർളാക്ക ചടങ്ങാട് വിടുന്നു അത്ര. കാരണം മഹ്ശറയുടെ ഒരു ചെറിയ രൂപമാണ് യഥാർത്ഥത്തിൽ അറഫ. മഹ്ശറയിൽ എല്ലാ ജാതി മനുഷ്യന്മാരും ഉണ്ടാവുമല്ലോ എന്നതുപോലെ ലോകത്ത് മനുഷ്യജീവിതം ഉള്ള എല്ലാ രാജ്യങ്ങളിലും അള്ളാഹുവിന്റെ ഖുദ്റത്ത് നോക്കണം, കുറച്ചെങ്കിലും മുസ്ലിമീങ്ങളുണ്ടാവും. ഇസ്ലാമിന് കടുത്ത വിരോധമുള്ള രാജ്യങ്ങളാണെങ്കിൽ പോലും അതിലുണ്ടാവും, അവിടെ ഉണ്ടാവും കുറച്ച് മുസ്ലിമീങ്ങൾ. ഈ മുസ്ലിമീങ്ങൾ ഹജ്ജിന് പോരാൻ പാടില്ല എന്നുള്ളൊരു പൊതു നിയമം പാസാക്കിയ ഒരു രാജ്യവും ലോകത്തില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചതാ പണിയാണ്. ഹജ്ജിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചില്ലേ, ആ വിളി ഉത്തരം ചെയ്തവരെ ഇവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കാൻ പറഞ്ഞപ്പം തന്നെ ഇബ്രാഹിം നബി ചോദിച്ചു, പടച്ചോനെ ഞാനൊരു സാധു മനുഷ്യൻ, ഞാൻ വിളിച്ചിട്ട് എന്റെ അടിയാറുകളൊക്കെ കേൾക്കുവോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പറഞ്ഞു, വിളിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളൂ, ഇവിടെ ആളെ എത്തിക്കേണ്ടയും വിളി കേൾപ്പിക്കേണ്ടയും ഒക്കെ പണി ഇല്ലാതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇസ്രായേലിൽ നിന്നിട്ടും ഹജ്ജിന് വരുന്ന ഒരു സംഘം ഉണ്ടാവും മുസ്ലിമീങ്ങൾ, അവിടെ ഉണ്ടാവും ഒരു ഹജ്ജ് വകുപ്പ്. അതുപോലെ തന്നെ കടുത്ത വിരോധമുള്ള മുസ്ലിം വിരുദ്ധ രാജ്യങ്ങളാണെങ്കിൽ പോലും അവിടെ ഉണ്ടാവും കുറെ മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾക്ക് ഹജ്ജ് ചെയ്യാന് ഒരു ഹജ്ജ് വകുപ്പും അതിനു വേണ്ട ഒരു മന്ത്രിയും അതിനു വേണ്ട കുറെ സെക്രട്ടറിമാരും കുറെ ഉദ്യോഗസ്ഥന്മാരും അവരെ അള്ളണ്ട് തന്നെ വിശ്വസിക്കാത്തവരാരും വേണ്ടിയില്ല,
അല്ലെങ്കിൽ 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാരും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. അതിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കും ചെയ്തോളും. ഇപ്പൊ സാധാരണ കേരളത്തിലെ സെക്രട്ടറി ചെയർമാൻമാരെ തെരഞ്ഞെടുക്കുള്ളൂ. സെക്രട്ടറി എപ്പോഴും കോഴിക്കോട് ജില്ലാ കളക്ടറായിരിക്കും. ആ കളക്ടർമാർ ഇപ്പൊ അടുത്ത കാലത്ത് ഏതോ ഒരു സൂരജ് ഒരു മുസ്ലിം ഉണ്ടായിരുന്നു മാത്രം. മറ്റ് ഇപ്പൊ മുമ്പ് കാലം മുതലേ കേട്ട് വരുന്നവർക്ക് അധികവും അവിടെ കവരിങ്ങൾ തന്നെയാണ് എന്തുണ്ടാകുക, ആ കളക്ടർമാരുണ്ടാകുക. പക്ഷെ ഹജ്ജ് സെക്രട്ടറി മുമ്പ് തന്നെ അത് ഏത് RSS ആയാലും വേണ്ടിയില്ല, അല്ലാത്ത അള്ളാഹ് ഇല്ലാന്ന് വിശ്വസിക്കുന്നവനായാലും വേണ്ടിയില്ല, ആ പണി എടുത്തോളണം. അത് അള്ളാഹു തആല ഏൽപ്പിച്ച പണിയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്ത, അങ്ങനെ അവിടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ തരം മനുഷ്യന്മാരുടെയും പ്രതിനിധികളെ അള്ളാഹു അവിടെ എത്തിക്കും. അങ്ങനെ ഒരു ചെറിയ കൊച്ചു മത്സരം, ലോകത്തെല്ലാവരും ഒരുമിച്ച് കൂടുന്ന മത്സരന്റെ ഒരു ചെറിയ പതിപ്പ്. മറ്റേ എണ്ണം കൊണ്ട് ഇപ്പൊ ഇതിലൊക്കെ കൂടുന്ന സ്ഥലമാണെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ചില സമ്മേളനങ്ങളിൽ ഏറ്റവും 35 ലക്ഷം 50 ലക്ഷം ഒക്കെ കൂടുന്ന സമ്മേളനങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അറഫനാട്ടിൽ വലിയ ആള് കൂടുന്ന സ്ഥലമാണ്, അത് അന്നാട്ടേറെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു പ്രശ്നം. അങ്ങനെ ഒരു ഇന്റർനാഷണൽ സമ്മേളനം ഇവിടെ നടക്കുന്നത് അങ്ങനെ സമ്മേളനമില്ല. അതിലെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിനിധികൾ ഉണ്ടായിട്ട് 10, 50, 100 ആളുള്ള സമ്മേളനം നടക്കുള്ളൂ. ഈ ആള് കൂടുന്നൊക്കെ ഇപ്പൊ നമ്മളെ ശബരിമലയിലൊക്കെ ഇപ്പം ആ മകരവിളക്ക് കാണാൻ വേണ്ടിയിട്ട് 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാ നിങ്ങളെ അറഫയിലും ഒട്ടും മോശമില്ല. 4 അണ്ണന്മാരും 15 മറ്റേ കർണാടകക്കാരും കഴിച്ച ബാക്കിയൊക്കെ മലയാളക്കാരേക്കാരും കഴിഞ്ഞില്ലേ. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രതിനിധികളായിട്ട് ലോകത്തിന്റെ മഹ്ശറയുടെ ഒരു ചെറിയ പതിപ്പായിട്ട് ഒരു ചെറിയ മഹ്ശറായിട്ട് അറഫ ലോകത്തിൽ വെച്ചു എല്ലാവരുടെയും പ്രതിനിധികളാണ് അവർ വെച്ചു. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്വം. അല്ലാതെ അവനാന്റെ കാര്യം കാണാൻ വേണ്ടി പോകല്ല. ഇപ്പൊ ആജ്യമാർക്ക് തോന്നും നമ്മളിപ്പോ 1,65,000 കൊടുത്തിട്ടാ പോകുന്നത്, പിന്നെ നാട് നന്നാക്കാനല്ല, നമ്മളെ കാര്യം നേടാനാണ്. അത് പോയത്താണ്. പണമുള്ളത് കൊണ്ടിട്ട് ഹജ്ജിന് വരാൻ കഴിയില്ല. പണമുള്ളത് കൊണ്ടിട്ട് ഹജ്ജിന് വരാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് എത്താൻ കഴിയുള്ളൂ. ഈ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രാതിനിധ്യം തന്നെയാണ്. വഫൂദുല്ലാഹ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജാജിമാരെ പറ്റിയിട്ട് വഫൂദ് എന്ന് പറഞ്ഞു. വഫൂദ് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ എന്നാണ്. അപ്പോൾ ഒരു ജനസമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഓരോ പ്രദേശത്തിന്റെയും പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ് ഹാജിമാർ. അങ്ങനെയാണ് ദ്വാരക്കേണ്ടതിന്റെ അതുപൊന്ന. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി, പിന്നെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, പിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, പിന്നെ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി, പിന്നെ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, പിന്നെ നമ്മുടെ നാട്ടിന് വേണ്ടി, പിന്നെ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, പിന്നെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി, പിന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അവസാനം നമുക്ക് വേണ്ടിയിട്ട്. അതൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ 1.25 ലക്ഷം മുടക്കിയിട്ടാ പോകുന്നത്. നമ്മളെ കാര്യത്തിനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം മുടങ്ങും. ഇവിടെ പ്രശ്നം ഈ നിളാമ് പാലിച്ചെങ്കിലേ നമ്മളെ കാര്യം തന്നെ നേടാൻ കഴിയുള്ളൂ. കാരണം ഹാജി എന്ന് പറഞ്ഞ സ്വാർത്ഥത ഒഴിവാക്കേണ്ടവനാണ്. അവൻ ലോകത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത് വിളിച്ചു വരുത്തിയവരാണ്. അപ്പൊ പാർലമെന്റിലേക്കൊക്കെ ആളെ തെരഞ്ഞെടുക്കുന്നില്ലേ? ആളെ തെരഞ്ഞെടുക്കാൻ അയാൾക്ക് കുറെ കാശിന് ചിലവൊക്കെ ഉണ്ടാവും. ഒക്കെ ശരി തന്നെയാണ്. കുറെ നേരം ചിരിച്ചിട്ടും ഉണ്ടാവും. ഒക്കെ ശരിയാ. എന്നാലും ഈ നാട്ടുകാരൊക്കെ അവിടെ തെരഞ്ഞെടുത്തയക്കണത് അയാളെ കാര്യത്തിലാ ആണോ? അയാളെ കാര്യം കൂടുതൽ നടക്കൂല എന്നല്ല അയാളെ കാര്യമാണ് തോന്നെ നടക്കുക. എന്നാലും നാട്ടിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുത്തയക്കണത്, അല്ലെ? ഇന്ത്യയിലുള്ള ഓരോ പാർലമെന്റ് അംഗവും ഇന്ത്യയുടെ മൊത്തം കാര്യത്തിന് വേണ്ടിയിട്ട് ബാധ്യതപ്പെട്ടവരാണ്. അതോടുകൂടി ഓരോ സ്റ്റേറ്റിലുള്ള എംപിമാര് ആ സ്റ്റേറ്റിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരാണ്. അതിന്റെ ഒക്കെ പുറമെ ഇവരെ തെരഞ്ഞെടുത്തയച്ച ആ മണ്ഡലത്തിന്റെ കാര്യം പ്രത്യേകം അവരുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ പാർട്ടികൾ തെരഞ്ഞെടുത്തയച്ചവരാകുമ്പോൾ ആ പാർട്ടിക്കാരുടെ കാര്യം പണ്ട് എംപിച്ചി ബാബസാറ് പറഞ്ഞതിലൊരു നമ്മളെ ഗവൺമെന്റ് നമ്മളെ പാർട്ടിക്കാരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ സഹായിക്കാൻ? അവര് കാര്യമാണ്. കാരണം അവർ തെരഞ്ഞെടുത്തവരുടെ ഹക്ക് ഉണ്ടാവുമല്ലോ. എന്നാലും മറ്റുള്ളവരുടെ ഹക്ക് നഷ്ടപ്പെടുത്താതെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നും തെറ്റല്ല. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സംഗതി ഇപ്പൊ അതല്ല. എല്ലാത്തിനും ഇവർക്ക് തർക്കം എതിർക്കുണ്ടാവും. ഓർക്ക് ശമ്പളം കൂട്ടുന്ന അലവൻസ് കൂട്ടുന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പൊ ഇജ്മാഉള്ളത്. അതിനാർക്കും തർക്കമില്ല. അപ്പൊ സ്വന്തത്തിന്റെ കാര്യം ഇത് ഹാജിമാര് ഇങ്ങനത്തെ പ്രതിനിധികളാണ്. നമ്മളിവിടെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുത്തതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. ഈ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ചെയ്യേണ്ടത് ഇങ്ങനെ ലോകത്തിന്റെയും മനുഷ്യരുടെയും മൊത്തം കാര്യവും
അവസാനം ഇങ്ങനെ അടുത്തടുത്ത് വന്ന് സ്വന്തത്തിന്റെ കാര്യവും അങ്ങനെ വരുമ്പോ നമ്മളെ കാര്യം എന്തായാലും അല്ലാഹു തആല പരിഹരിച്ചു തരും. പിന്നെ ഈ കീഴ്പോട്ട് ബാക്കിയുള്ളവരുടെ ഒക്കെ വർക്കത്ത് കൊണ്ടാണ് നമ്മളത് കിട്ടുന്നത്, അല്ലാതെ നമ്മളെ വലിപ്പം കൊണ്ട് അവിടെ എത്തിയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യേണ്ട സ്ഥലം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീകളിലേക്ക് വെളിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാനും നിങ്ങൾ ആർക്കുമൊക്കെ ശുപാർശ ചോദിക്കുന്നു അവരുടെ ഒക്കെ നിങ്ങളുടെ ശുപാർശ അവർക്ക് വേണ്ടി സ്വീകരിക്കുമെന്ന് വിളംബരം തടുത്ത ആ സ്ഥലത്ത് കയ്യോഗ്യ സുന്നത്ത് ഇരിക്കാതെ നിന്ന് വെയിലുള്ള സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കലാണ്. പക്ഷെ അതൊന്നും നമ്മളോട് കഴിയൂല. ഇപ്പൊ ഈ തണുപ്പ് കാലത്തോടെ കഴിയൂല. ഇപ്പൊ അറഫ തണുപ്പ് കാലത്താണല്ലോ. ഈ തണുപ്പ് കാലത്ത് തന്നെ തമ്പിന്റെ ഉള്ളിൽ നിന്നാൽ തന്നെ നമുക്ക് വിയർത്ത് ഒഴിച്ച് നമ്മളോട് കഴിയൂല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒക്കെ ആ നിന്ന നുപ്പില് മഗ്രിബ് വരെയാണ് നിന്നേക്കാം. ഒരു മറിയും തണലൊന്നുമില്ലാതെ ഒറ്റ നിപ്പില് മഗ്രിബ് വരെയാണ് നിന്നേക്കുക. എന്തിനാണത് അറിയോ? മശറ ഇവിടെ അനുഭവിക്കണം. മശറയിൽ ആർക്കും ഇരിക്കാൻ കഴിയൂലല്ലോ. അവന്റെ അമ്പിയാക്കന്മാർക്ക് കസാല ഉണ്ടാവുന്ന അമ്പിയാക്കന്മാർക്ക് കസാല ഉണ്ടാവും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നമ്മൾ കണ്ടു പറഞ്ഞല്ലോ, ഞാൻ അതിലിരിക്കൂല പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എന്താവും? അതിലിരിക്കും. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരല്ലാതെ ബാക്കി ആർക്കും കസാല അവിടെ ഇല്ല. ചിലര് ക്ഷീണം അറിയാത്തവരുണ്ട്, അത് ശരി തന്നെ. പക്ഷെ കസാലില്ല, നിക്കന്നെ. എല്ലാവരും നിക്കാണ്. ആ നിക്കണോടത്ത് വെയിലുള്ളതാണല്ലോ സാധാരണ. 7 ഭാഗത്തിന് അറശിന്റെ തണലുണ്ടാവും പറഞ്ഞു. അല്ലാത്തവര് മുഴുവനും വെയിലത്താ നിൽക്കുന്നത്. ആ നൃത്തം 50,000 കൊല്ലാണ് ആ ദിവസത്തിന്റെ ദൈർഘ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ അരദിവസം നിൽക്കുന്നത്. അരദിവസം ളുഹർ മുതൽക്ക് മഗ്രിബ് വരെ. ഈ അരപ്പകല് വെയിലും കൊണ്ട് നിന്നാൽ വെയിലിന്റെ ക്ഷീണവും തളർച്ചയും വിഷമും നൃത്തം കൊണ്ടുള്ളതായ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. വിഷപ്പും ദാഹവും അതും ഉണ്ടാവും. ഇങ്ങനെ ഇതിലൂടെ ഈ ക്ഷീണവും വെയിലും തളർച്ചയും വിഷപ്പും ദാഹവും അനുഭവിക്കുമ്പോ അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുക, പടച്ചോനെ റബ്ബേ, ഒരു പകലിന്റെ പൗതി സമയത്ത് ളുഹർ കഴിഞ്ഞാൽ വെയിൽ ഉച്ചരിഞ്ഞാൽ കാറ്റ് വീണ്, ഈ സമയത്ത് ഈ അര ദിവസം വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കാൻ എന്നോട് കഴിയണില്ല. കാറ്റില്ലാത്ത തലന്റെ തൊട്ടുമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന മശറയിൽ 50,000 കൊല്ലാണ് നിൽക്കേണ്ടത്. റബ്ബേ, ഈ നൃത്തം കൊണ്ട് അവിടത്തെ നൃത്തം നീ എളുപ്പമാക്കി തരണേ. അനുഭവിച്ചുകൊണ്ട് പറയുമ്പം കേട്ടും രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. സ്വന്തം അനുഭവിച്ച ആ ക്ഷീണവും വിഷമും ചൂടും ആ പൊറുതിയോടും വെപ്രാളും ഒക്കെ ഒന്ന് അനുഭവിക്കുമ്പം ഇതിൽ നിന്നിട്ട് മറ്റേ പരലോകത്തുള്ള ആ നൃത്തവും വിഷമവും ഒന്നും ഇങ്ങോട്ട് ഉൾക്കൊണ്ടിട്ട് ഒരു പ്രാർത്ഥന മനസ്സ് തട്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ നാനാഭാഗത്തും ചുറ്റും പല ജാതിക്കാരുണ്ട്. വറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ചുവന്നവരുണ്ട്, പല ജാതിക്കാർ, വലിയോരുണ്ട്, ചെറിയോരുണ്ട്, രോഗികളുണ്ട്, അതിന്റെ ഇടയ്ക്ക് പിച്ചക്കാരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്, വികലാംഗരുണ്ട്, എല്ലാം ഉണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിയാറുകൾ റബ്ബേ, ഇത് അള്ളാഹിന്റെ അടിയാറുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിന് അവിടെ സഹായകമാകാൻ വേണ്ടിയിട്ട്, അവിടത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇവിടത്തെ ഇത് കണ്ടിട്ട് അവിടത്തെ അവസ്ഥ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുക. മുഴുവൻ കഴിയൂലെങ്കിൽ കഴിയണത്ര സമയം. മുഴുവൻ കഴിയൂലാതെ നമ്മളെ സംബന്ധിച്ച് വെയിലുള്ളാനൊന്നും അധികം കഴിയൂലെങ്കിൽ കഴിയുന്നത്ര സമയം, കുറച്ച് സമയം തന്നെയെങ്കിലും നിന്ന് ഒന്ന് ക്ഷീണിക്കുന്നത് വരെ നിൽക്കലേതായാലും വളരെ നല്ലതാ. നിന്ന് ദ്വായിലും ദിക്റിലും ഖുർആനോത്തിലും മുഴുകുക. മറ്റ് ദുന്യവിയായ ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമുകളിൽ മഹാഭൂരിഭാഗവും ളുഹറും അസറും ജമ്മാക്കി തന്നെ അറഫയിൽ വെച്ച് നിസ്കരിക്കണം. അത് യാത്രയുമായിട്ട് അതിനൊരു ബന്ധമില്ല, അത് ഹജ്ജിന്റെ മനാസിക്കാണ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പൊക്കെ ഓതോടുത്തൊക്കെ റെഡിയായി. ബാങ്ക് കൊടുത്ത ഉടനെ ളുഹറും അസറും ജമ്മാക്കിയാണ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇനി മഗ്രിബ് വരെ വേറൊരു ഷോലും ഇല്ല. ഭക്ഷണം കഴിക്കേണ്ടവരൊക്കെ അതിന് മുമ്പ് കഴിക്കുക. എന്നിട്ട് ളുഹറും അസറും നിസ്കരിച്ചാണ് കഴിഞ്ഞാൽ നേരെ ഹജ്ജിലേക്കാണ് പ്രവേശിക്കുക, അഥവാ അതിന്റെ ദിക്റും ദുആയിലേക്കും. ഇനി ഇടയ്ക്കൊരു ഇടവേള ഉണ്ടാകാതെ മഗ്രിബ് വരെ ഇടമുറിയാതെ ദിക്റും ദുആവും തസ്ബീഹും ഖുർആനോത്തുമായിട്ട് ഈ തടി മറന്ന് ദുനിയാവ് മറന്ന് നേരെ റബ്ബിന്റെ തിരുമുമ്പിലേക്ക് ലയിക്കേണ്ട സമയമാണ്.
അതിന്റെ ഇടയ്ക്ക് ഒരു അസറക്കരിക്കാൻ പോവുക, അതിനൊരു പാത്താൻ വേണ്ടിയിട്ട് ബാത്റൂമിന്റെ അവിടെ പോയി ക്യൂ നിൽക്കുക, ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂടി ഒക്കെ പാടെ 1 മണിക്കൂർ ആ അസറിന് അങ്ങനെ എടുക്കും. ബലപ്പെട്ട ആ സമയം 1 മണിക്കൂർ വെറുതെയാണ് നഷ്ടപ്പെടും. അത് വേണ്ട, ഇവിടെ ജമ്മാക്കി നിസ്കരിച്ചാൽ മതി. അത് മുസാഫിർ എന്നുള്ള നിരക്കല്ല എന്നാണ് ഭൂരിപക്ഷം ഇമാമുകളും പറഞ്ഞത്. എന്നാൽ നമ്മളെ ഷാഫി ഇമാമിന്റെ 2 അഭിപ്രായങ്ങളിൽപ്പെട്ട പ്രബലമായ അഭിപ്രായം, ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന പ്രബലമായ അഭിപ്രായം യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷാഫി ഇമാമിന് തന്നെ 2 അഭിപ്രായമുണ്ട്. ഹജ്ജിനെ മനാസിക്കാനെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ മദ്ഹബിൽ കൂടുതൽ പ്രബലമായത് യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. യാത്രയായിട്ട് ബന്ധപ്പെട്ടതാവുമ്പോൾ 2 മർഹല ദൂരം ഉണ്ടെങ്കിൽ ജമ്മു കസറുവാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദുഹർ നിസ്കരിക്കാൻ എന്നിട്ട് ദിക്റും ദുആലും ഉൾപ്പെടുക, അസറാണ് സമയത്ത് അസർ നിസ്കരിക്കാം. അതേസമയത്ത് മനാസിക്കാണെന്ന് വെച്ചാൽ ആ പ്രശ്നമില്ല. അതങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ദുഹർ തുടങ്ങിയാൽ മഗ്രിബാണ് എന്റെ ഇടക്ക് പിന്നെ വേറൊന്നൊക്കെ തിരിയരുത്. അതിനെ നമ്മൾ കുറച്ച് ആളുകളെ വളണ്ടിയർമാരായിട്ട് ഒരു ഇഹ്റാമിൽ പോകണ്ടായിരുന്നു. കാരണം ഈ ചാടി പിടിക്കാനൊക്കെ ഓല് പൊയ്ക്കോട്ടെ വെച്ചിട്ട്. മറ്റേ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇവിടെ പരക്ക 50 റിയാൽ വെച്ച് ഹജ്ജിന് പോണ കാലത്ത് അറഫേക്കാണ്ട് എത്തിയാൽ തോനെ സബീർ വണ്ടി ഉള്ളതിന്റെ അടുത്ത് എവിടെയെങ്കിലും ആ കൂടുക. എന്നിട്ട് അവിടെ ദിക്റും വാങ്ങി ഒന്നും പരിപാടിയല്ല, ഈ സബീല് ചാടി പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കുടിച്ചാലും തിന്നാലും തീരാ മാത്രമൊന്നുമല്ല, അവസാനം തലയിൽ കെട്ടിയിട്ടാണ് എവിടേക്ക് പോരുക, മുസ്ദലിഫേക്ക്. ആ പണ്ട് ഇപ്പോഴല്ല നിങ്ങളെ സംഘതൊക്കെ വന്ന് അതിന് മുമ്പ് വരാൻ തുടങ്ങി നമ്മള്. ആ കാലത്ത് ഇത് തലയിൽ ചൂടിട്ട്, കാരണം അത് തീർന്നിട്ടുണ്ടാവും, അതിന് മാത്രം കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയത് കുടിച്ചിട്ടും കഴിച്ചിട്ടും തീരാത്ത തലയിൽ വെച്ച്. കാരണം മുസ്ദലിഫയിൽ ഇത് കിട്ടൂല, അങ്ങനെ അത് ചോട് കെട്ടി മുസ്ദലിഫേക്ക് കൊണ്ടുവരാം. പിന്നെ ഓനെന്ത് ദിക്റും ആവുക, ഓനക്കിട്ടിയുണ്ടാവും. അതിനൊന്നും ആജിമാര് നിൽക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ വെള്ളം വരെ കുടിക്കാതെ, കഴിയുമെങ്കിൽ വെള്ളം വരെ കുടിക്കാതെ നിൽക്കണം. ഒക്കെ ദുഹർ വരെ ഉള്ള ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ റെഡിയാക്കി മഗ്രിബ് വരെ കുറച്ച് വിഷമം ദാഹമൊക്കെ അനുഭവപ്പെട്ടോട്ടേന്ന്. ചീല ഹറാമെന്നുള്ള ആൾക്കല്ല പറയുന്നത്, അതാണ് ഹറഫെ ശരിക്കും ഉൾക്കൊള്ളുന്നത്. അതാണ്. പിന്നെ അതിന്റെ പുറമെ നമ്മളിഞ്ഞിപ്പോ എങ്ങനെയൊക്കെ തല കുത്തി കോയ്മ മറിഞ്ഞാലും നമ്മളെന്താണ്, ആരുമല്ല. അതിനത്രയും പാപികളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ ശരിയായ വിലായത്തിന്റെ ദർജയുള്ള ഔലിയാക്കന്മാരെല്ലാ കൊല്ലും അറഫയിൽ ഒരുമിച്ച് കൂടുന്നു. ഓർക്ക് നിങ്ങളെ ഈ തസ്രീഹും നിയന്ത്രണവും ഒന്നും ബാധകമല്ല. ഓർക്ക് മറ്റേ ഇന്റർനാഷണൽ തസ്രീഹുണ്ട്, ഊരങ്ങനെ വരിക. അത് അർഫന്റെ അന്ന് രാവിലെ നമ്മളെ നാട്ടിൽ കണ്ടോന് ഇവിടെ ഉച്ച ദൂരമാകുമ്പോ ഇവിടെ അർഫയിൽ നിൽക്കാൻ അവരുണ്ടാവും. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് മഹാന്മാരായ മഹാത്മാക്കൾ എല്ലാ കൊല്ലവും അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അല്ലാഹുവിന്റെ അംബിയാ മുർസലുകളുടെ ആത്മീയ സാന്നിധ്യം അവിടെയുണ്ട്. ഔലിയാക്കന്മാരുടെ ശാരീരികമായ സാന്നിധ്യവും അംബിയാക്കന്മാരുടെ ആത്മീയ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹീതമാണ് അറഫ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഹുർമത്ത് പരമാവധി നമ്മൾ പാലിക്കണം. ഹുർമത്ത് കേട് വന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ഗുണം ലഭിക്കില്ല എന്ന് മാത്രമല്ല, തിരിച്ചടിയായിരിക്കും. അവസാനം ആഖിബത്ത് ചീത്തയാകാൻ അത് മതിയാകും. അവിടെയുള്ള പിച്ചക്കാരുണ്ടാവും, ചിലപ്പോൾ രോഗികളുണ്ടാവും, ചിലപ്പോൾ വികലാംഗരുണ്ടാവും. അതിലൊക്കെ ആയിരിക്കും വലിയ മുത്തുകൾ ഉണ്ടാകുക. നമ്മൾ മനസ്സിലാക്കണം. അത്രക്കാരുടെ ഇടയിൽ വലിയ മഹാന്മാരുണ്ടാവും. നമ്മളെ കാഴ്ചയിൽ ഒരു കാലില്ലാത്തവരോ കൈയില്ലാത്തവരോ കണ്ണില്ലാത്തവരോ മറ്റ് വികലാംഗരൊക്കെ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം ബാധിച്ചവരൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അക്കാഴ്ച നിങ്ങൾ കാണണ്ട, അതിന് വേറൊരു കാഴ്ച ഉണ്ട്. അവർ സെക്കൻഡുകൾക്കിടയിൽ അവരെവിടെ ഉള്ള രാജ്യത്ത് നിന്ന് എത്തിയവരായിരിക്കും. അടുത്ത സെക്കൻഡിൽ അവർ പോകേണ്ടടുത്ത് പോവുകയും ചെയ്യും. നമ്മളെ കണ്ടവരെ ആരെയും വിലയിരുത്താൻ പോകണ്ട. അള്ളാഹുവിന്റെ അടിയാറുകളാണ്. അള്ളാഹുവിന്റെ മഹ്ശർക്ക് സമാനമായ ഈ സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാൻ വേണ്ടി വന്ന അടിയാറുകളിൽ പലരും മഹാന്മാരുണ്ട്. ആ മഹാന്മാരാണ് മറ്റുള്ളവരൊക്കെ എന്ന് നമ്മളെ വെച്ചിട്ടുള്ളവരൊക്കെ വലിയവരാണെന്ന് മനസ്സിലാക്കുക. കൂട്ടത്തിൽ ഒരു മോശപ്പെട്ടുണ്ടെങ്കിൽ പോയി ഞാനേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അവിടെ മഹാന്മാരുണ്ടാവും ഉറപ്പാ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടേത് പിന്നെ ശാരീരിക സാന്നിധ്യം തന്നെ ഉറപ്പാണ്. അവര് ചെയ്യുന്ന ദുആ ആണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അല്ലാതെ നമ്മൾ ദ്വാരിക്കണോ, നമ്മൾ വേണ്ടെന്നല്ല, നമ്മൾ ദ്വാരിക്കണം ആ കൂട്ടത്തില്. പക്ഷെ ഇതിന് സ്വീകരിക്കാൻ കാരണമാകുന്ന ഈ മഹാന്മാരുടെ പ്രാർത്ഥന. അവരുടെ കാര്യത്തിലല്ല പ്രാർത്ഥിക്കുക. അവര് ലോകത്തിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ഈ പ്രാർത്ഥനയും ഹജ്ജും അവരുടെ ഇത് ഇബാദത്തും കബൂലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യുക. അതാ ഓരോ ഉദ്യോഗം. എല്ലാവരും വന്ന പ്രതിനിധികളാണെങ്കിലും പ്രതിനിധികളുടെ കൂട്ടത്തിൽ മന്ത്രിമാരുണ്ടാവുമല്ലോ. ഇവരൊക്കെ അപേക്ഷിക്കുന്നത് പാസ്സായി കഴിഞ്ഞാൽ ഒപ്പിടേണ്ട ഒരു മന്ത്രിമാരാണ്. എന്നതിൽ ഒരു ഈ ഒപ്പിടേണ്ട അധികാരക്കാരാണ് ഈ മഹാന്മാര്. അവരുടെ സാന്നിധ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുണ്ട് എന്ന് ഉറക്കുക.
അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ മോശമാണെങ്കിലും ചോദിക്കുന്നത് നമ്മൾ അത്ര വലിയൊന്നും ചോദിക്കാൻ മാത്രമില്ല എന്ന് ആരും കരുതണ്ട. കാരണം നമ്മളില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ചോദിച്ചതൊക്കെ റബ്ബേജി ഒന്ന് സ്വീകരിച്ചുള്ളൂ, ഇത് സ്വീകരിക്കണം, അവരെ നീ വെറുതെ ആക്കരുത് എന്ന് പറയാൻ പറ്റുന്നവർ പറയാൻ അവിടെ ഉണ്ട്. അപ്പറച്ചിലൂടെ നമ്മൾ പറഞ്ഞൊക്കെ കിട്ടും. അപ്പൊ ചോദിക്കുന്നതിലൊട്ടും കുറക്കണ്ട. പരലോകത്തിൽ ഫിർദൗസിലായ മുതൽക്ക് റബ്ബിന്റെ ലിഖാഹ് വരെയുള്ള എല്ലാം ചോദിക്കുക. ദുന്യാവും ചോദിക്കാം, ഹലാലായ ദുന്യാവിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ അതും ചോദിക്കാം. എല്ലാം ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടും. പക്ഷെ ഈമാൻ വേണം, കിട്ടും എന്നുള്ള ഉറപ്പ് വേണം. അത് കേടുണ്ടാകരുത് ഈ രണ്ട് നിബന്ധനയോടുകൂടി. അങ്ങനെ മഗ്‌രിബായി കഴിഞ്ഞാല് സ്ത്രീകളിൽ ഇരുന്നും പുരുഷന്മാരിൽ നിന്നും ചെയ്യുന്ന പ്രാർത്ഥനയാണ് കൂടുതൽ ഉത്തമം. മഗ്‌രിബായി കഴിഞ്ഞാൽ പോരാൻ സമയമായി, പോരണമെന്നല്ല, പോരാൻ സമയമായി